A warm good morning to you all. Good morning, sir. Okay. I don't know whether this is warm or cool. All right. It has been raining for the last 2-3 days. Okay. In the Ravile, I think things are improving. I would be speaking in Malayalam. Do we have anyone who do not understand Malayalam? Anybody? Okay, no problem, sir. Everybody. Okay. എന്തായാലും ഈ വിമല പബ്ലിക് സ്കൂളിന്റെ ഈ പ്ലാറ്റ്ഫോം ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്കൂളിലേക്ക് ഓൺലൈനായിട്ട് വരാനും ഈ ക്ലാസ് ലീഡ് ചെയ്യാനും എനിക്ക് അവസരം ഉണ്ടാക്കിയ രത്നസാഗർ പബ്ലിക്കേഷൻസിലെ ജിഫിനോടും പിന്നെ വിമല പബ്ലിക് സ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനോടും അധ്യാപകരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 390ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് കാണുന്നു. അധ്യാപകരെ കുറയ്ക്കുകയാണെങ്കിലും ഒരു വലിയ നമ്പറാണ്. ഒരു 350-60 കുട്ടികൾ ഇന്ന് അസംബിൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കുന്നത്, എന്നോട് പറഞ്ഞിരിക്കുന്നത് 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? അതെ സർ. ഓക്കെ. അപ്പൊ അതിൽ 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതെല്ലാം സ്ട്രീമിലെ കുട്ടികളുണ്ടെന്ന് എനിക്ക് അറിയില്ല. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഇല്ല നമുക്ക്, അല്ലേ? ഇല്ല. അപ്പൊ സയൻസിലും കൊമേഴ്സിലും പെടുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും ഒരു വലിയ ചലഞ്ചാണ്. ഞാൻ സാധാരണ സ്കൂളുകളിൽ നിന്ന് ക്ലാസ്സുകൾക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പറയുക, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളുണ്ടെങ്കിൽ അതിൽ തന്നെ 10ലെ കുട്ടികൾക്ക് വേറെ, 8, 9 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേറെ, അങ്ങനെ സെമിനാർ ചെയ്യുന്നതാവും ഉചിതം എന്നാണ് പറയുക. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോ പ്രത്യേകിച്ചും ഈ രത്നസാഗർ പബ്ലിക്കേഷൻസ് ചില ക്ലാസ്സുകൾക്കൊക്കെ വിളിക്കുമ്പോൾ ഈ സ്കൂളുകളിലെല്ലാം 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളെല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ എനിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ നിർമ്മലമാത സെൻട്രൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെമിനാർ. അതിലും ഇതുപോലെ തന്നെ കുട്ടികൾ ഈ 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാണ്. എന്തെന്ന് വെച്ചാല്, ഒന്ന്, അവരുടെ കരിയർ ലക്ഷ്യങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളായിരിക്കും 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ള കുറച്ച് കുട്ടികളായിരിക്കും മിക്കവാറും 9ലെ കുട്ടികൾ. 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ എന്താകണമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറച്ചു പേർ കാണും. ചിലരെ സംബന്ധിച്ച് ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയുമാവും. അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു ചിന്തകളിൽ കരിയറിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ഈ 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് അതൊരു വെല്ലുവിളിയാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ 12ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഉള്ളൊരു സൗകര്യം എന്ന് പറയുന്നത്, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളാണെങ്കിൽ ഒരു സൗകര്യം, അവർ മിക്കവാറും അവരുടെ സ്ട്രീം ഒക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ കുറെ ആളുകൾക്കെങ്കിലും എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണകളുണ്ട്. കുറെ പേരെങ്കിലും കുറെ സംശയങ്ങളെങ്കിലും അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോവുക കുറച്ചുകൂടി എളുപ്പമാണ്. എന്തായാലും ഈ വെല്ലുവിളി സ്വീകരിച്ചല്ലേ പറ്റും. അപ്പൊ ആദ്യം ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ചില സൂചനകളാണ്. ഈ സൂചനകൾ ഇപ്പൊ 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പൊ 9ലെയും 10ലെയും കുട്ടികൾ മാത്രമേ ഇത് കേൾക്കാവൂ എന്നില്ല എന്നർത്ഥം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് സമയം ഈ അടുത്ത ഒരു 1-2 വർഷത്തിനകം നിങ്ങൾ ഈ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ് മികച്ച സ്ട്രീം എന്നൊരു ചോദ്യം പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്, കുട്ടികളും ചോദിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ട സ്ട്രീം? ഏറ്റവും മെച്ചപ്പെട്ട സ്ട്രീം എന്നൊരു സ്ട്രീം ഇല്ല. എല്ലാ സ്ട്രീമും മെച്ചപ്പെട്ടതാണ്. ഇപ്പോ സയൻസ് ഉണ്ട്, നിങ്ങളുടെ സ്കൂളിൽ സയൻസ് സ്ട്രീം ഉണ്ട്, പിന്നെ കോമേഴ്സ് സ്ട്രീമും ഉണ്ട്. ചില സ്കൂളുകളിൽ ഇതിന് പുറമെ ഹ്യൂമാനിറ്റീസും കാണും. ഇതിൽ തന്നെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകളും കാണും. ഇപ്പൊ സയൻസിൽ തന്നെ ചില കുട്ടികൾ ഇപ്പോ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്നവരുണ്ടാവും. ചില കുട്ടികൾ ഒരുപക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും പഠിക്കുന്നുണ്ടാവുക.
ചില കോളേജുകളിൽ ചില സ്കൂളുകളിൽ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി തുടങ്ങിയ സ്ട്രീമുകളാവും. എനിക്കറിയില്ല നമ്മുടെ വിമല പബ്ലിക് സ്കൂളിൽ ഏതെല്ലാം സ്ട്രീമാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. സ്ട്രീമല്ല, കോമ്പിനേഷൻസ് ആണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഏത് സ്ട്രീമാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത്? സോറി, ഏത് കോമ്പിനേഷൻസ് ആണ് ഉള്ളത് സയൻസിൽ? ബയോ കമ്പ്യൂട്ടർ, ബയോമാസ്, bio IP, then commerce with the maths and the IP. These are the combinations. ഒന്ന് ബയോ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയാണോ സിസ്റ്റർ? അതന്നെ. പിന്നെ മാസ് കമ്പ്യൂട്ടർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? മറ്റൊന്ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്. വേറൊന്ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ? ബയോളജി. ഈ 3 കോമ്പിനേഷൻസ് ഉള്ളത്. IP ഉണ്ട്, ബയോളജി വിത്ത് IP ഉണ്ട്, മാത്സ് ഇല്ലാതെ IP. മാത്സ് ഇല്ലാതെ അത് ആദ്യം പറഞ്ഞല്ലോ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? കമ്പ്യൂട്ടർ അല്ല, IP ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ CS കൂടാതെ IP ഉണ്ട്, ഇൻഫർമേഷൻ പ്രാക്ടീസസ്. ഓക്കെ. CBSE ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. എന്തായാലും ഇതിൽ ഏത് സ്ട്രീമാണ് ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ, ഏത് കോമ്പിനേഷൻ ആണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ, അതിപ്പോ നമുക്ക് കൊമേഴ്സിലും ഇതുപോലെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷൻസ് ഉണ്ടാവും. നമ്മുടെ സ്കൂളിൽ എനിക്ക് അറിയില്ല, ചില സ്കൂളുകളിൽ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഓഫർ ചെയ്യുന്ന ചില സ്കൂളുകളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അക്കൗണ്ടൻസി, ഇൻഫർമേഷൻ പ്രാക്ടീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ ഇക്കണോമിക്സ് അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോൾ വേറെ ചിലയിടത്ത് അതിൽ വ്യത്യാസം ഉണ്ടാവാം, സബ്ജക്ട്സിൽ വ്യത്യാസം ഉണ്ടാവാം. എനിവേ, ഏറ്റവും നല്ല സ്ട്രീം ഏത് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു, എല്ലാ സ്ട്രീമും നല്ലതാണ്. നമ്മുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏതെങ്കിലും ഒരു സ്ട്രീം മറ്റേതിനേക്കാളും മികച്ചതാണെന്നോ താഴെയാണെന്നോ പറയാൻ കഴിയില്ല. ഇനി അതിൽ കോമ്പിനേഷൻസ് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ സാധാരണ പറയാറുള്ളത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ഒരു കുട്ടിയാണ്, സയൻസ് വിഷയങ്ങളിൽ താല്പര്യമുണ്ട് എങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ഈ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, നന്നായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ സയൻസ്, ശാസ്ത്ര വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യവും അഭിരുചിയും ഉണ്ടെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർന്ന കോമ്പിനേഷനാണ് ഏറ്റവും മികച്ചത്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നല്ലതല്ലേ? കമ്പ്യൂട്ടർ ചില കുട്ടികളെ സംബന്ധിച്ച് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ചോദിക്കും, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് +2 തലത്തിൽ പഠിക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ്, പക്ഷെ പഠിച്ചുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. +2 തലത്തിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊള്ളണം നിർബന്ധമൊന്നുമില്ല, പഠിക്കുന്നതിൽ തെറ്റുമില്ല. അത് സഹായകരമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സസിന് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അടങ്ങുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 ശേഷം അനന്തമായ സാധ്യതകൾ തുറന്നു തരുന്നു എന്നുള്ളതാണ്. പക്ഷേ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ മാത്രം ആ കോമ്പിനേഷന്റെ പുറകെ പോവുക, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. മടിച്ചികളായ ആളുകൾക്ക് പറ്റിയ ഒരു കോമ്പിനേഷനെ അല്ല അത് എന്നും ഓർമ്മ വേണം. അപ്പോ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞവർക്ക് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീം കോമ്പിനേഷൻസോടെ +2 പൂർത്തിയാക്കിയവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പഠന മേഖലയിലേക്കും കടക്കാം. പൈലറ്റ് ആവാം, എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, നഴ്സ് ആവാം, ഇനിയല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ അതാകാം, വക്കീലാകണമെങ്കിൽ അതാകാം, ആർട്സിലേക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠനത്തിലേക്കോ എന്തിലേക്കും തിരിയാം എന്നുള്ളതാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, പക്ഷേ മുൻപ് പറഞ്ഞ ആ പോയിന്റ് പ്രത്യേകം ഓർമ്മിക്കുക, കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും, കൂടുതൽ സമയം പഠിക്കേണ്ടി വരും. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം ആ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോ ഇവിടെ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കുന്നു, മാത്സ് ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു സ്ട്രീം ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള മേഖലകളിൽ ഏതിൽ വേണമെങ്കിലും പ്രവേശിക്കാം. പക്ഷെ അതിൽ എന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉപരിപഠനത്തിന് വിഷയങ്ങളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ +2 തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇത് നേരത്തെ മനസ്സിലാക്കി
ഒരു അടിസ്ഥാനപരമായ മാത്തമാറ്റിക്സിലുള്ള ഒരു പ്രാവീണ്യം നേടാനായിട്ട് ആ കോമ്പിനേഷൻസ് തിരഞ്ഞെടുത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ചില പാരന്റ്സ്, എനിക്കറിയില്ല ഈ ക്ലാസ് പാരന്റ്സ് കൂടെ ഇരുന്ന് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇനി കാണുന്നില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആണ്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വാങ്ങി അത് പാരന്റ്സിനും കൂടെ കേൾക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അവരും കേൾക്കട്ടെ. പലപ്പോഴും പല പാരന്റ്സും കുട്ടികളെ നിർബന്ധിച്ച് ശാസ്ത്ര വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ 10th നല്ല മാർക്കൊന്നും കിട്ടാത്ത, പൊതുവെ സയൻസ് വിഷയങ്ങളിൽ വലിയ സ്കോറൊന്നും ഇല്ലാത്ത, സയൻസിൽ വലിയ താല്പര്യവും കാണിക്കാത്ത കുട്ടികളെ നിർബന്ധിച്ച് ശാസ്ത്ര വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ അടിച്ചേൽപ്പിക്കരുത് ഒരു സ്ട്രീമും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾ അവരുടെ താല്പര്യത്തിനിണങ്ങുന്ന, അവരുടെ കപ്പാസിറ്റിക്ക് ഇണങ്ങുന്ന സ്ട്രീമുകൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ. ചില ആളുകൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ഇൻട്രസ്റ്റും കാണില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ സയൻസിലെ ഒരു സ്ട്രീമും തിരഞ്ഞെടുക്കാതിരിക്കുന്നതാവും നല്ലത്. ഇനിയിപ്പോ അല്ല, മാത്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, മാത്സിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉപരിപഠനം നടത്താൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സയൻസ് സ്ട്രീം തിരഞ്ഞെടുത്ത് പോവുക എന്നത് തന്നെയാണ്. അപ്പൊ മാത്സിൽ മാത്രമേ താല്പര്യമുള്ളൂ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ടാവും 10ലും 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ. അപ്പൊ മാത്സിലാണ് ഏറ്റവും താല്പര്യം, പക്ഷേ മറ്റ് ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളിലുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങളാണ് അവയെങ്കിൽ പോലും അതിൽ ഒരു ആവറേജിന് മുകളിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ +2-ന് മാത്സ് ഉൾപ്പെടുന്ന സ്ട്രീം എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. കൊമേഴ്സിന്റെ കൂടെ മാത്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉപരിപഠനത്തിന് മാത്തമാറ്റിക്സ് തിരഞ്ഞെടുക്കുന്നതിന് അത് അഭികാമ്യമല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ചില കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ബയോളജിയിൽ താല്പര്യം കാണും, കെമിസ്ട്രിയിലും താല്പര്യം കാണും, പക്ഷെ മാത്തമാറ്റിക്സിൽ താല്പര്യമില്ല. അവർക്ക് സ്വാഭാവികമായിട്ടും മാത്സ് ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകാം. പക്ഷേ ശാസ്ത്ര വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കോമേഴ്സോ തിരഞ്ഞെടുക്കാം. ഇനി ചില കുട്ടികൾ സിവിൽ സർവീസ് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇപ്പൊ സിവിൽ സർവീസിനൊക്കെ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ സിവിൽ സർവീസ് ജേതാക്കളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിവിൽ സർവീസിലുള്ള കൗതുകവും താല്പര്യവും കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ സിവിൽ സർവീസിന് ഇണങ്ങുന്ന സ്ട്രീം ഏത് എന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെ സിവിൽ സർവീസിന് ഇണങ്ങുന്ന സ്ട്രീം ഒന്നുമില്ല. ഏത് സ്ട്രീം തിരഞ്ഞെടുത്താലും സിവിൽ സർവീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് +2 തലത്തിൽ തിരഞ്ഞെടുക്കുക. അത് വെച്ച് നന്നായി പഠിക്കുക. അല്ലാതെ സിവിൽ സർവീസിന് ഹ്യൂമാനിറ്റീസ് എന്ന ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്കിടയിലുണ്ട്. അല്ലെങ്കിൽ സിവിൽ സർവീസിന് കോമേഴ്സ് ആണ് ഉചിതം എന്നൊക്കെ കരുതുന്നവരുണ്ട്. എഞ്ചിനീയറിംഗിന് പോയാലും അല്ലെങ്കിൽ നഴ്സിംഗിന് പോയാലും മെഡിസിന് പോയാലും സിവിൽ സർവീസ് എഴുതാം. അപ്പൊ അതൊന്നും ഒരു തടസ്സമേ അല്ല. അപ്പൊ അതുകൊണ്ട് സിവിൽ സർവീസിന് വേണ്ടി ആരെങ്കിലും അവരുടെ സ്ട്രീമുകളിൽ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. +2 തലത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുക. ഇനി മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം. ഈ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. +2 നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രീമൊക്കെ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുന്നു, പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ധാരണകൾ, ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. വാട്ട് ആഫ്റ്റർ +2, എന്ത് വേണം? ഇത് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കേണ്ടതല്ല. 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമല്ല +2-ന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ടത്. പലപ്പോഴും ഇപ്പൊ ഈ മാസങ്ങളിൽ ഈ ആഴ്ചകളിലൊക്കെ എത്രയോ പാരന്റ്സും കുട്ടികളുമാണ് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സാറേ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവുമായിട്ട് എന്നെ കാണാൻ വരാറുള്ളത്. അപ്പൊ പലപ്പോഴും നമുക്ക് അവരുടെ മുമ്പിലുള്ള ഓപ്ഷനുകൾ പലതും തീർന്നു കാണും. ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരിയർ ഗൈഡൻസ് സെഷൻസിനെയൊക്കെ സാധാരണ കരിയർ പ്ലാനിങ് സെഷൻസ് എന്നാണ് പറയുക. കരിയർ എന്ന് പറയുന്നത് ആസൂത്രണം ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ നമ്മൾ എന്താവണം എന്നതിനെ കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്ക്, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് കാര്യം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും വളരെ മികച്ച ലക്ഷ്യങ്ങൾ കാണുകയാണ് വേണ്ടത്. ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ട് നിങ്ങളോടും പറയുകയാണ്. അതായത് ലക്ഷ്യങ്ങൾ ചെറുതാക്കുമ്പോൾ നമ്മൾ ഒരു കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ ചെറുതാക്കുമ്പോൾ നിങ്ങൾ ഒരു കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അപ്പൊ മികച്ച ലക്ഷ്യങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 11, 12 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എന്നല്ല, 10, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. ഞാൻ എന്താകണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ ആകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ.
ഡോക്ടർ ആവാൻ എന്ത് ചെയ്യണം, ഏതെല്ലാം വിഷയങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടാവണം, ഏതെല്ലാം സ്കിൽ സെറ്റ്സ് ഞാൻ അച്ചീവ് ചെയ്യണം. ഡോക്ടർ ആകാനായാലും, എഞ്ചിനീയർ ആകാനായാലും, വക്കീലാകാനായാലും, അധ്യാപകനാകാനായാലും, സോഷ്യൽ വർക്കർ ആകാനായാലും, എഴുത്തുകാരനാകാനായാലും, എഴുത്തുകാരിയാകാനായാലും, എന്തായാലും അതിനൊക്കെ വ്യത്യസ്തങ്ങളായ സ്കില്ലുകൾ ആവശ്യമുണ്ട്. ഈ സ്കിൽ സെറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നേരത്തെ ആരംഭിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സിവിൽ സർവീസിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ചിലരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അതിന്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ പോകും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ആരംഭിക്കേണ്ടതല്ല സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. അത് ഇപ്പൊ തുടങ്ങണം. ഇപ്പൊ എന്ന് വെച്ചാൽ 9-ലോ 10-ലോ 11-ലോ 12-ലോ ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം കോച്ചിങ്ങിന് പോകണമെന്നല്ല. ഒരു സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ സ്കിൽസ്, അതിനാവശ്യമായ നൈപുണികൾ, മലയാളത്തിൽ അങ്ങനെ പറയാം, സ്കിൽസ്, ആ കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മികച്ച പൊതുവിജ്ഞാനം, പൊതുവെ ശാസ്ത്രത്തിലും പിന്നെ മാത്തമാറ്റിക്സിലുമുള്ള താല്പര്യം, കാര്യങ്ങൾ അറിയാനുള്ള ഇൻട്രസ്റ്റ്, പിന്നെ പൊതുവെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടിനെ കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള കൃത്യമായ അറിവ്, ചരിത്രം, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള താല്പര്യം, എഴുതാനും സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കേണ്ട സംഗതികളല്ല എന്നർത്ഥം. അത് ഇപ്പോഴേ തുടങ്ങേണ്ടതാണ്. അപ്പോ സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങൾ, ക്വിസ് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഡിബേറ്റുകൾ, ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കണം. പിന്നെ പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പത്രം നന്നായിട്ട് വായിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഡിഗ്രി കഴിഞ്ഞ് ചെയ്യേണ്ടതല്ല. ഇതുപോലെ ഏത് പ്രൊഫഷനിലേക്ക് കടക്കണമെങ്കിലും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ വേണ്ട അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഈ വർഷത്തെ പരീക്ഷാ റിസൾട്ടിലൊക്കെ എല്ലാ സുഹൃത്തുക്കളും നല്ല മാർക്കൊക്കെ വാങ്ങിക്കാണും. ഇപ്പോ 9-ലെയും 10-ലെയും കുട്ടികളെ സംബന്ധിച്ചല്ല, അവരെ സംബന്ധിച്ച് ഇനി അടുത്ത വർഷം ശരിക്കും നമ്മുടെ പഴയതുപോലുള്ള പരീക്ഷകൾ തന്നെ, ബോർഡ് എക്സാംസ് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് നമുക്കറിയാം, സ്റ്റേറ്റ് സിലബസിലും CBSE-യിലും ഒക്കെ കുട്ടികൾക്ക് വളരെ ഉയർന്ന മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഈ മാർക്ക് ലിസ്റ്റ്, ചിലരുടെ മാർക്കുകൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഈ മാർക്ക് ലിസ്റ്റിൽ എഴുതി വെച്ച മാർക്കുകളല്ല പരീക്ഷയ്ക്കും റിസൾട്ടിനും ഒക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് സ്വപ്നങ്ങൾ കാണണം, ലക്ഷ്യങ്ങൾ നിർവചിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടത്. ഇത് എന്ത് ചെയ്യണം, ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിന്റെ ആക്ഷൻ പ്ലാൻ എന്താ. ചിലർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ചിലർ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും. ഞാനൊരു എഞ്ചിനീയർ ആവും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ IIT-യിൽ നിന്ന് ഞാനൊരു BTech ബിരുദമൊക്കെ നേടും എന്നൊക്കെ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. 9-ലും 10-ലും 11-ലും 12-ലും ഒക്കെ പഠിക്കുമ്പോൾ ഈ സ്വപ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നം ഉണ്ടായാൽ മാത്രം പോരാ, സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും വേണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപ്നങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. ഇപ്പോ 9-ലെയും 10-ലെയും കുട്ടികളും 11, 12 ക്ലാസ്സുകൾ കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്ക് 12-ന് ശേഷം പഠിക്കാനുള്ള നമ്മുടെ ചില സാധ്യതകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യക്ക് പുറത്തുള്ള പഠന സാധ്യതകൾ, ഇന്ത്യയിലെ മികച്ച പ്രോഗ്രാമുകൾ, അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് സമയം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്ട് ഒരു 20-25 മിനിറ്റായി. അപ്പൊ ഞാൻ ഒരു 10-20-25 മിനിറ്റോടെ സംസാരിക്കും. ആ സമയം കഴിയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. അപ്പം ധാരാളം പഠന വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പഠന വഴികൾ ഏത്, എന്ത്, എവിടെ എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. ഇപ്പോ മുൻപ് ഞാൻ സൂചിപ്പിച്ചു, ഈ കരിയർ ഗൈഡൻസ് സെഷൻസ് എന്നല്ല ഞാൻ സാധാരണ ക്ലാസ്സുകൾ വിളിക്കാറ്, കരിയർ പ്ലാനിങ് സെഷൻസ് ആണെന്ന്. കാരണം ഇത് ആസൂത്രണം ചെയ്യപ്പെടേണ്ടതാണ്. ചിലപ്പോൾ സമർത്ഥനായ ഒരു കുട്ടി അല്ലെങ്കിൽ സമർത്ഥയായ ഒരു കുട്ടി ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ മികച്ച ലക്ഷ്യങ്ങൾ ആവിഷ്കരിക്കാത്തതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അയാളുടെ കഴിവിന് ഇണങ്ങുന്ന പൊസിഷൻസിൽ എത്താൻ പറ്റാതെ പോയെന്ന് വരാം. ഒരുപക്ഷെ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ കിട്ടുന്ന അല്ലെങ്കിൽ ഫുൾ A1 കിട്ടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലും ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ, ഈ കുട്ടികളിൽ എല്ലാവരും ജീവിതത്തിൽ മികച്ച വിജയം നേടുന്നില്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. പക്ഷെ ചിലരൊക്കെ അത്ര മാർക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ മികച്ച പൊസിഷൻസിൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് കരിയർ എന്ന് പറയുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ ആസൂത്രണം ഭാഗ്യമല്ല അവിടെ നിങ്ങളെ സഹായിക്കുക, ഈ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. US-ലൊക്കെ, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ
12ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ചേരണമെങ്കിൽ അതിനൊരു ഒരു 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 പ്രൊസീജിയർ ഉണ്ട്. അത് 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഈ 12ാം ക്ലാസ്സിലെ ഡിഗ്രി കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള SAT എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതും. സാറ്റ് എന്നർത്ഥം. സാറ്റ് എന്ന് വെച്ചാൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് 10ലോ 11ലോ വെച്ച് കുട്ടികൾ തുടങ്ങും. മിക്കവാറും 11ാം ക്ലാസ്സിൽ തന്നെ ഈ പരീക്ഷ എഴുതും. ചില കുട്ടികൾ 12ാം ക്ലാസ്സിൽ വെച്ച് എഴുതും. നേരത്തെ തന്നെ എഴുതി നോക്കുന്ന കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികളുണ്ട്. ഈ ടെസ്റ്റിന്റെ സ്കോറിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് US-ലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ബിരുദ പ്രവേശനം. അപ്പൊ ഈ സ്കോർ മികച്ചതാണെങ്കിൽ അമേരിക്കയിലെ മികച്ച സർവകലാശാലകളിൽ പ്രവേശനം കിട്ടും. സ്കോർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് യൂണിവേഴ്സിറ്റികൾ വെച്ച് തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ കുട്ടികൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ വെച്ചാണ്. അത് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല എന്നർത്ഥം. അപ്പൊ വളരെ നേരത്തെ ആരംഭിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലും അറിയാം. നമുക്കറിയാം IIT-കളിലേക്കുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാം, IIT JEE പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചില കുട്ടികൾ 11ാം ക്ലാസ്സിൽ തുടങ്ങും, ചിലർ 12ാം ക്ലാസ്സിൽ തുടങ്ങും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ 9, 10 ക്ലാസ്സുകളിൽ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കും. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം 5ാം ക്ലാസ് മുതലേ തുടങ്ങുന്ന കുട്ടികളുണ്ട്. അത് അക്രമമാണെന്നേ ഞാൻ പറയുള്ളൂ. എങ്കിലും പക്ഷേ നേരത്തെ തുടങ്ങുന്നത് നല്ലതാണ് ചില സാഹചര്യങ്ങളിൽ. ഒരു 10 വർഷം മുമ്പൊന്നും തുടങ്ങേണ്ട കാര്യമില്ല. പക്ഷേ IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിനുള്ള പരിശീലനം, അതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ പറ്റുമെങ്കിൽ 9ലോ 10ലോ ഒക്കെ തുടങ്ങുന്നത് നല്ലതാണ്. അതുപോലെ നീറ്റ് പോലുള്ള പരീക്ഷകൾക്കുള്ള പരിശീലനവും നേരത്തെ ആരംഭിക്കുന്നതും നല്ലതാണ്. കാരണം നമ്മൾ മാത്രം തയ്യാറെടുക്കാതിരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങുന്നത് അഭികാമ്യമാണ്. ഇനി അത് തയ്യാറെടുക്കണമെങ്കിൽ എന്ത് മേഖലയിലേക്ക് നമ്മൾ കടക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് കൃത്യമായ അറിവ് എന്തെല്ലാം പ്രൊഫഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് എന്നതിനെ കുറിച്ച് ഉണ്ടാവണം. ചിലരുടെ ധാരണ എഞ്ചിനീയറിംഗും മെഡിസിനുമാണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രൊഫഷൻസ് എന്നാണ്. അതിനപ്പുറത്ത് വേറെ മേഖലകളൊന്നും മെച്ചപ്പെട്ടതില്ല എന്ന് കരുതുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല. IIT-കളിൽ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ, വേറെ എവിടെയെങ്കിലും എഞ്ചിനീയറിംഗ് പഠിച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് കരുതുന്നവരുമുണ്ട്. ഇതൊക്കെ തെറ്റായ കാഴ്ചപ്പാടുകളാണ്. എഞ്ചിനീയറിംഗിനും മെഡിസിനും അപ്പുറത്ത് നിരവധി പ്രൊഫഷൻസ് ഉണ്ട്. ഇനി എഞ്ചിനീയറിംഗിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. എഞ്ചിനീയറിംഗ് ഇപ്പോഴും മെച്ചപ്പെട്ട ഒരു കരിയർ സാധ്യത തന്നെയാണ്. അത് ഇപ്പോഴും എന്നല്ല, എപ്പോഴും അങ്ങനെ ആവുകയും ചെയ്യും. 50 കൊല്ലങ്ങൾക്ക് മുമ്പും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആവുകയും ചെയ്യും. അത് എഞ്ചിനീയറിംഗ് എന്നല്ല, എല്ലാ മേഖലകളിലും സാധ്യതകളുണ്ട്. എഞ്ചിനീയറിംഗിൽ കൂടുതൽ സാധ്യതകളുണ്ട്, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാവരും എഞ്ചിനീയറിംഗിലേക്ക് പോകേണ്ടതില്ല. എല്ലാവരും എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഫിറ്റ് ആകണമെന്നില്ല. ആരാ ഏത് കോഴ്സിനാ പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ അഭിരുചിയുടെ അടിസ്ഥാനത്തിലാവണം. പൊതുവെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ മികച്ച പഠന സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ചില പഠന സാധ്യതകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് ആര് ചേരണം, അല്ലെങ്കിൽ മെഡിസിൻ ആര് ചേരണം എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും. ഏത് തരത്തിലുള്ള ആളുകളാണ് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സസ് ഓപ്റ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ആവറേജിൽ കൂടുതലായ കവിഞ്ഞ താല്പര്യം ഉണ്ടാവണം. മാത്സിലും ഫിസിക്സിലും ഇത് ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ്. മറ്റൊന്ന്, സാങ്കേതികമായ കാര്യങ്ങളിൽ, ടെക്നിക്കലായ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വേണം. ടെക്നിക്കലായ കാര്യങ്ങളിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാൾ എഞ്ചിനീയറിംഗിന്റെ വഴിയെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്തരം ടെക്നിക്കൽ വിഷയങ്ങളിലുള്ള താല്പര്യം ഉണ്ടാവുക, മാത്സിലും ഫിസിക്സിലും കുറച്ചൊക്കെ കെമിസ്ട്രിയിലും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതുള്ളവരെ സംബന്ധിച്ച് പൊതുവെ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. പക്ഷെ അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകളുണ്ട്. സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന ജോലിയല്ല മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ജോലി, അതല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ജോലി, അതല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയർ ചെയ്യുന്നത്. ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഇനി കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഇതിൽ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എടുത്താൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തന്നെ വ്യത്യസ്തങ്ങളായ എത്രയെല്ലാം മേഖലകളിൽ ജോലി ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരുപക്ഷെ KSEB പോലുള്ള സ്ഥാപനങ്ങളിലാവും, വൈദ്യുതി ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളിലാവും ജോലി ചെയ്യുന്നുണ്ടാവുക. അതിൽ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ പോലുള്ള ചുമതലകളാവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഏതെങ്കിലും പവർ പ്ലാന്റുകളിലാവാം അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാവാം. ചിലപ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഡിസൈനിലാവാം. ചിലപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലാവാം. ചിലപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലാവാം. ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലും ആകാം. അപ്പൊ ഒരു എഞ്ചിനീയർ തന്നെ വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകളുണ്ട്. വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകളിൽ ഒക്കെ തൊഴിൽ സാധ്യതകളും വ്യത്യസ്തമാണ്. 1. 2, ഒരേ ബ്രാഞ്ചിൽ തന്നെ വ്യത്യസ്തങ്ങളായ തൊഴിൽ വഴികളും ഉണ്ട്. ഇതൊക്കെ ഓർമ്മ വേണം.
അപ്പോ അതിലൊക്കെ സ്കിൽസും വ്യത്യാസമുണ്ട്. അപ്പൊ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിക്കാൻ ബയോടെക്നോളജി, ബിടെക് ബയോടെക്നോളജി പോലുള്ള കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇത്തരം വിദ്യാർത്ഥികളെല്ലാം ഈ മാത്സിലും ഫിസിക്സിലും താല്പര്യം ഉണ്ടായാൽ മാത്രം പോരാ, കെമിസ്ട്രിയിലും ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഓക്കെ, ഇനിയിപ്പോ ബയോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന സബ്ജക്ട്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ബയോളജിയിലും ഇൻട്രസ്റ്റ് വേണം. അപ്പൊ പഠിക്കുന്ന വിഷയത്തിന്റെ കണ്ടന്റ് എന്താണെന്നും കൂടെ നമ്മൾ നോക്കണം. അതിൽ നമുക്ക് താല്പര്യമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ആ മേഖല തിരഞ്ഞെടുക്കുക. ഇപ്പൊ മെഡിസിനിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ, അപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുട്ടികളുടെ ധാരണ ബയോളജി ഇഷ്ടമാണെങ്കിൽ ഡോക്ടർ ആവാം എന്നാണ്. അങ്ങനെയല്ല, ബയോളജിയിൽ താല്പര്യം വേണം, കെമിസ്ട്രിയിലും താല്പര്യം വേണം. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതിന് രണ്ടിനും അപ്പുറത്ത് നിങ്ങൾക്ക് പൊതുവെ ആളുകളോടുള്ള ഒരു സഹാനുഭൂതി, ഒരു അനുകമ്പ, ഇതൊക്കെ ഉണ്ടാവണം. അങ്ങനെ നമ്മളൊരു കമ്പാഷനേറ്റ് ആയ ഒരാളായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ആവുന്ന ഒരാളെ സംബന്ധിച്ച്. ഇത് മൂന്നും പോരാ, സാങ്കേതികമായ ടെക്നിക്കലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, അത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള താല്പര്യവും ഉണ്ടാവണം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു രോഗിയെ പരിശോധിച്ച് വെറുതെ ഇങ്ങനെ നോക്കി രോഗിയിൽ നിന്ന് അയാൾ പറയുന്നത് കേട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആള് മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും ഒരുപക്ഷെ ഈ വളരെ ആധുനികമായിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ തിയേറ്ററിലും മറ്റുമൊക്കെ ആവാം, അപ്പൊ സർജറിയിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലും ആവാം. ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത്തരം പുതിയ സങ്കേതങ്ങളെ കുറിച്ച് അയാൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവണം. അപ്പോൾ ടെക്നോളജിയിലും ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ബയോളജി, കെമിസ്ട്രി എന്നതിൽ ആവറേജിൽ കവിഞ്ഞ താല്പര്യവും ഉണ്ടാവണം. ഇതൊക്കെ തന്നെ നഴ്സിനും അങ്ങനെ തന്നെ. നഴ്സിംഗിന് പോകുന്നവരെ സംബന്ധിച്ച് ബയോളജി, കെമിസ്ട്രി ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അത് മാത്രമല്ല, മറ്റുള്ളവരിൽ താല്പര്യം ഉണ്ടാവണം. മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും അവരോട് അനുകമ്പയോടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ള ആളെ നഴ്സിംഗിന് പോകാവൂ. ഇങ്ങനെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ റിക്വയർമെന്റ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ആരോ പറഞ്ഞതിന്റെ പുറകിൽ പറഞ്ഞു മെഡിസിൻ നല്ലതാണ്, അപ്പൊ മെഡിസിന് പോയി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് നല്ലത് എന്ന് പറഞ്ഞു കേട്ടു, എന്നാൽ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന് പോയി. എത്ര കുട്ടികൾ കൂട്ടത്തോടെ IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുന്നവരുണ്ട്. IIT-കളിലേക്കുള്ള പ്രവേശന പരീക്ഷ. IIT-കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന വാക്ക് എന്ന് പറയാവുന്ന സ്ഥലങ്ങളാണ് ഈ IIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. ബട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പോകുന്ന മുഴുവൻ ആളുകളും IIT-കളുടെ എൻട്രൻസ് എക്സാം എഴുതേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും താങ്ങാവുന്നതല്ല. അപ്പൊ കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ഒരു കുട്ടി അതിനെ ഒരുങ്ങേണ്ടതുള്ളൂ. പക്ഷെ കോച്ചിങ് സെന്ററുകൾ ഇപ്പൊ കൂട്ടത്തോടെ IIT എൻട്രൻസുകൾക്ക്, IIT ജോയിന്റ് എൻട്രൻസ് എക്സാംസിന് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ച് കൂടുതൽ കുട്ടികളെ കിട്ടണം, പണം ഉണ്ടാക്കണം, അതിന് പല കാരണങ്ങളുണ്ടാവും. എല്ലാവരും IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിന് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ആ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കീം എന്ന പേരിലുള്ളതാണ്. ആ പ്രവേശന പരീക്ഷ ഈ IIT ജോയിന്റ് എൻട്രൻസ് എക്സാം പോലെ ടഫ് അല്ല. അത് ഒരു സാധാരണ കുട്ടിക്കും വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ എല്ലാവരും IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിന് പോവുകയാണ്. അതിന്റെ കോച്ചിങ്ങിന് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആവറേജ് കുട്ടിയാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് ആ പരീക്ഷാ പരിശീലനത്തിന്റെ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട്. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ച് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തീരുമാനിക്കേണ്ടതാണ്. ഇത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിന് ഓൾറെഡി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഇനി അത് നാളെ മുതൽ നിർത്തിക്കളഞ്ഞേക്കരുത്. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഞാൻ അഭിപ്രായങ്ങൾ പൊതുവെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തെരഞ്ഞെടുക്കണം. നമുക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളതാണോ, നമുക്ക് കോമ്പിറ്റൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ വിലയിരുത്തി വേണം ഇത്തരം പരിശീലനങ്ങളിൽ ഏർപ്പെടാൻ. ഇനി അപ്പൊ ഞാനിത് ഇപ്പൊ സൂചിപ്പിച്ചത് നമുക്ക് ആവശ്യമുള്ള കോമ്പിറ്റൻസിയെ കുറിച്ചാണ്. ഇനി മറ്റൊന്ന്, ഏതെല്ലാം കോഴ്സസ് എവിടെയെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് പഠനം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IIT-കളിൽ മികച്ച സാധ്യതകളുണ്ട്. IIT-കൾക്ക് അപ്പുറത്ത് NIT-കൾ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ബിറ്റ്സ്, പിലാനി അതുപോലുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ MIT, മണിപ്പാൽ പോലുള്ള സ്ഥാപനങ്ങൾ, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ഇവിടെയൊക്കെ മികച്ച എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി, പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, NSS പാലക്കാട്, ഇതൊക്കെ മികച്ച കോളേജുകളാണ്.
നിരവധി സ്വകാര്യ മേഖലയിലെ നിരവധി കോളേജുകളുണ്ട്. ഞാൻ അവയുടെയൊക്കെ പേരുകൾ എടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പൊ കേരളത്തിലും നല്ലത് എന്ന് വിളിക്കാവുന്ന ഏതാണ്ട് ഒരു 10-20 എഞ്ചിനീയറിംഗ് കോളേജുകളെങ്കിലും ഉണ്ട്. കേരളത്തിൽ ആകെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 130-140 140 അടുത്ത് കാണുമായിരിക്കും. 155 ആയിരുന്നു. ചില കോളേജുകൾ പൂട്ടി, കുട്ടികളെ കിട്ടാതെ വന്നപ്പോൾ കോളേജസ് ഒക്കെ ചിലത് ക്ലോസ് ചെയ്തു. ഇപ്പൊ 130 കോളേജുകൾ, 130-ലധികം കോളേജസ് ഉണ്ടെന്നാണ് എന്റെ ധാരണ. അതിൽ ഏതാണ്ട് ഒരു 10-20 കോളേജസ് നല്ല കോളേജുകളാണ്. ആ 20 കോളേജിൽ ചേർന്ന് പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല. മിക്കവാറും എല്ലാ കോളേജുകളും, ഈ കോളേജുകളിലൊക്കെ പ്ലേസ്മെന്റും ഉണ്ട്, മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മികച്ച അധ്യാപകരുണ്ട്. അപ്പൊ ഇതൊക്കെ സാധ്യതയാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന് ഒരുപാട് സാധ്യതകൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട് എന്നർത്ഥം. ഇന്ത്യക്ക് പുറത്തും എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാണ്. പക്ഷെ ഇന്ത്യക്ക് പുറത്തെന്ന് പറയുമ്പോൾ US അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വേണമെങ്കിൽ പോയി പഠിക്കാം. അവിടെ പഠിക്കാൻ പക്ഷേ അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവസാനം വിശദീകരിക്കാം. സ്റ്റഡി എബ്രോഡിനെ കുറിച്ച് പറയുന്നിടത്ത് അത് വിശദീകരിക്കാം. മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ മെഡിക്കൽ എൻട്രൻസ് എക്സാം ഇതുപോലെ വളരെ ടഫാണ്. പക്ഷെ അത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം പോലെ ടഫാണോ മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്ന് ചോദിച്ചാൽ അല്ല. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച IIT-കൾ നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാം, അതുവഴിയാണ് എഞ്ചിനീയറിംഗിന് പ്രവേശനം. ആ ജോയിന്റ് എൻട്രൻസ് എക്സാം പോലെ ടഫ് അല്ല മെഡിക്കൽ എൻട്രൻസ് എക്സാം. ഇന്ത്യയിലെ ഒറ്റ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയെ ഇപ്പോഴുള്ളൂ. അതിന്റെ പേര് നീറ്റ് എന്നാണ്. അത് താരതമ്യേന IIT-കളുടെ പരീക്ഷയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടെ എളുപ്പമാണ്. അല്പം കൂടെ കേട്ടോ, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വലിയ ബുദ്ധിമാനൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യണം. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഹാർഡ് വർക്ക് ആണ് നീറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിന് നിങ്ങളുടെ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലുള്ള നിങ്ങളുടെ കോമ്പിറ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ച് അത് ക്രാക്ക് ചെയ്യാൻ വലിയ കഠിനാധ്വാനം വേണ്ടിവരും. ഓക്കെ, അപ്പോ മെഡിക്കൽ എൻട്രൻസ് എക്സാം ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാം വഴി ഇന്ത്യയിൽ നിരവധി മെഡിക്കൽ കോളേജുകൾ, ഉന്നത നിലവാരം പുലർത്തുന്ന മെഡിക്കൽ കോളേജസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ, അവിടെ പഠനം സൗജന്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ പറഞ്ഞ ജിപ്മറിലും പിന്നെ അതുപോലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലും ഒക്കെ നിസ്സാരമായ ഫീസേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്വകാര്യ മേഖലയിലാണെങ്കിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാന, പിന്നെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ, ഇതൊക്കെ മികച്ച നിലവാരം പുലർത്തുന്ന മെഡിക്കൽ കോളേജസ് ആണ്. ഇവിടെയൊക്കെ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ എഴുതണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ഈ നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവേശനം. നീറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലും പ്രവേശനം. ഇനി ഇതിൽ ഒരു പ്രശ്നം, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏതാണ്ട് 15 ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതുന്നത്. 15 ലക്ഷത്തോളം പേർ. അതിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയ സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് 80,000 ആണ്, 80,000 പേർ. ആ പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും പ്രവേശനം കിട്ടുക സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ ഏതാണ്ട് 80,000 കുട്ടികൾക്ക് മാത്രമേ മെഡിക്കൽ സീറ്റ് കിട്ടുള്ളൂ. അതിൽ തന്നെ 80,000 പേരിൽ റാങ്ക് ലിസ്റ്റിൽ പെടുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ ഈ കോഴ്സിന് ചേരാനും കഴിയില്ല. കാരണം ഗവൺമെന്റ് സീറ്റുകളുടെ എണ്ണം കുറവാണ്. ഗവൺമെന്റ് സീറ്റുകളിൽ ഫീസ് കുറവാണ്. പക്ഷെ സ്വകാര്യ കോളേജുകളിലെ ഫീസ് പലയിടങ്ങളിലും വളരെ കൂടുതലായതുകൊണ്ട് ആ ഉയർന്ന ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് മെഡിക്കൽ പഠനം അപ്രാപ്യമാവും. എന്ന് വെച്ചാൽ അവർക്ക് ചേരാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ 50 ലക്ഷം 60 ലക്ഷം ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചേർന്നില്ലെന്ന് വരും. അങ്ങനെ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ കുറെ കുട്ടികൾ ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കും. ഇന്ത്യക്ക് പുറത്ത് മെഡിക്കൽ പഠനം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന മികച്ച രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്ക, US, UK, ഫ്രാൻസ്, ജർമ്മനി, പിന്നെ വേണമെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, ഇവിടെയൊക്കെ പോയി പഠിക്കാം. ഇതില് US-ലെ MBBS എന്നല്ല കോഴ്സിന്റെ പേര്, MD എന്നാണ് കോഴ്സ്. അവരുടെ ബേസിക് മെഡിക്കൽ ഡിഗ്രി MBBS അല്ല, MD ആണ്. അപ്പൊ അമേരിക്കയിൽ നിങ്ങൾ ഡോക്ടർ ആകണമെങ്കിൽ MD എന്ന് പറയുന്ന കോഴ്സ് ചെയ്യണം. പക്ഷെ ആ കോഴ്സ് ചെയ്യാൻ +2 പോരാ, ഡിഗ്രി വേണം. +2 പോരാ, ഡിഗ്രി വേണം. മറ്റുള്ള രാജ്യങ്ങളിൽ UK, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് MBBS-ന് പോകാം. പക്ഷെ പ്രവേശനം കിട്ടൽ അത്ര എളുപ്പമല്ല. ഇന്ത്യയിൽ കിട്ടാത്തവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കിട്ടൽ എളുപ്പമല്ല. അതിന് കിട്ടിയാൽ തന്നെ വലിയ ഫീസ് നമ്മൾ നൽകേണ്ടി വരും. ഫീസ് എന്ന് പറഞ്ഞാൽ 2.5 കോടി 3 കോടിയൊക്കെ ചെലവാവുകയും ചെയ്യും. പക്ഷെ കോഴ്സ് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് വെച്ചാൽ ശമ്പളം അതുപോലെയാണ്. ഇത്രയും വലിയ ഫീസ് മുടക്കിയാൽ പോലും നിങ്ങൾക്കൊരു മികച്ച കരിയർ ഉണ്ടാക്കാൻ കഴിയും. അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്.
അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അത് അത്ര എളുപ്പമല്ല. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഒക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ പഠനത്തിന് വേണ്ടി പോകുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ വളരെ കുറവാണ്. ഭാരിച്ച ചെലവും പ്രവേശനം കിട്ടാനുള്ള ബുദ്ധിമുട്ടും തന്നെയാണ് അതിലെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറെ കുട്ടികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. ഇപ്പൊ ചൈന അല്ലെങ്കിൽ ബംഗ്ലാദേശ്, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, യുക്രൈൻ, പോളണ്ട്, പിന്നെ ഫിലിപ്പൈൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും, മാലദ്വീപ്സ്, പിന്നെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും മെഡിക്കൽ പഠനത്തിന് വേണ്ടി പോകുന്ന നിരവധി കുട്ടികളുണ്ട്. പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അവിടെയുള്ള മികച്ച സർവകലാശാലകളിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പല രാജ്യങ്ങളിലും പല യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ പല കോളേജുകളും നിലവാരം കുറഞ്ഞതുമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടത്ര നിലവാരമുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുത്ത് പോകണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പലരുടെയും തെറ്റിദ്ധാരണ മെഡിസിൻ ആണ് ഇന്നിപ്പോ അവൈലബിൾ ആയ ഏറ്റവും മെച്ചപ്പെട്ട പ്രൊഫഷൻ എന്നാണ്. നിങ്ങൾ മെഡിസിൻ എന്നല്ല, ഏത് പ്രൊഫഷനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന 1, 2, 3 പേരോടെങ്കിലും സംസാരിക്കണം. അവരെ നിരീക്ഷിക്കണം. അവർ ഏത് തരത്തിലുള്ള തൊഴിലാണ് ചെയ്യുന്നത്, ഇത് നമുക്ക് പറ്റുമോ? ഇപ്പൊ മറൈൻ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കപ്പലിലാണല്ലോ അയാൾ ജോലി ചെയ്യുന്നത്. എന്താണ് ഒരു മറൈൻ എഞ്ചിനീയറുടെ ജോലി എന്ന് മനസ്സിലാക്കണം. അയാൾ ഒരുപക്ഷെ ഒരു കപ്പലിൽ യാത്ര പുറപ്പെട്ടാൽ ഒരുപക്ഷെ തിരിച്ച് അയാൾ കര കാണുന്നത് കടലിലൂടെയുള്ള യാത്രയാണ്. കര കാണുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമാവും. 2 മാസം കഴിഞ്ഞിട്ടാവും ഒരു കരയിൽ എത്തുന്നത്. ചിലപ്പോ അയാളുടെ യാത്ര അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ 6 മാസം കൊണ്ടാവും. ഈ യാത്ര പുറപ്പെട്ട് 6 മാസം കൊണ്ടാവും യാത്ര അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ ചരക്ക് കപ്പലാവും. കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, കടലിലൂടെ പോകുന്നു, ഓരോ തുറമുഖങ്ങളിൽ ചെല്ലുന്നു, അവിടെ ചില സാധനങ്ങൾ ഇറക്കുന്നു, അവിടെ നിന്ന് പുതിയ സാധനങ്ങൾ കയറ്റുന്നു. അത് ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് വീണ്ടും കടൽ യാത്ര തുടരുന്നു. ഇതായിരിക്കും. അതിനിടയ്ക്ക് ഒരുപക്ഷെ കപ്പലിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ ഈ കപ്പലിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്, നാവിഗേറ്റ് ചെയ്യേണ്ടത് ഈ എഞ്ചിനീയറുടെ ചുമതലയാണ്. കപ്പലിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതിനും ഉത്തരവാദി ഇയാളാണ്, അത് ഇദ്ദേഹമാണ്. ഒറ്റയ്ക്കാവില്ല, വേറെ ആളുകളുണ്ടോ. പക്ഷെ അത് മെയിൻ്റനൻസ് നടത്താനുള്ള മനസാന്നിധ്യം ഉണ്ടാവണം. നടുക്കടലിൽ വെച്ചാണ് കപ്പൽ കേടാവുന്നത് വിചാരിക്കും. ഇനി കടലിലെ കാലാവസ്ഥ പലർക്കും അനുയോജ്യമാവില്ല. അപ്പൊ അതിനുള്ള ശാരീരികമായ ഫിറ്റ്നസ് ഉണ്ടാവണം. ഇനി നമ്മൾ കരുതുന്ന പോലെ ഇത് AC-ക്കകത്തിരുന്നു കൊണ്ടുള്ള വളരെ സുഖകരമായ ജോലിയൊന്നുമല്ല. ഇപ്പൊ കപ്പലിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതിന്റെ എഞ്ചിൻ റൂമിൽ പോയി, എഞ്ചിൻ റൂം എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി, 45 ഡിഗ്രി, 50 ഡിഗ്രി ഒക്കെയോ അതിനകത്ത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിനകത്ത് പോയിട്ട് വേണം അതിന്റെ കംപ്ലൈന്റ്സ് നോക്കാൻ. വളരെ എളുപ്പമുള്ള ജോലിയൊന്നുമല്ല മറൈൻ എഞ്ചിനീയറുടെ ജോലി. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഏത് പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈലറ്റ് ആയിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, എന്തായാലും ആ പ്രൊഫഷൻ അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, തൊഴിൽ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ തിരിച്ചു വരാം. അപ്പൊ മെഡിസിനെ കുറിച്ച് പറഞ്ഞു. നഴ്സിംഗ് മറ്റൊരു മികച്ച സാധ്യതയാണ്. നഴ്സിംഗ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നമുക്ക് വലിയ ശമ്പളം കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ മികച്ച ക്യാമ്പസുകളിൽ നിന്നും BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ചും US-ലും UK-ലും കാനഡയിലും ജർമ്മനിയിലും ഒക്കെ ഇന്ത്യൻ നഴ്സുമാർക്ക് വലിയ ഡിമാൻഡാണ്. അപ്പൊ അതുകൊണ്ട് നഴ്സിംഗ് ഒരു വലിയ സാധ്യതയാണ്. പക്ഷെ നഴ്സിംഗ് കോഴ്സസിന് പോകുമ്പോൾ ഒന്ന് മികച്ച ക്യാമ്പസുകളിൽ പഠിക്കണം. നിങ്ങൾക്ക് മികച്ച ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അതിന്റെ ഒപ്പം ഒരു ഫോറിൻ ലാംഗ്വേജ് കൂടെ പഠിച്ചാൽ, ഇപ്പൊ ജർമ്മനോ ഫ്രഞ്ചോ ഒക്കെ പഠിച്ചാൽ അവസരങ്ങൾ ഏറുകയും ചെയ്യും. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇപ്പൊ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, പിന്നെ ഫിഷറീസ് തുടങ്ങിയ നിരവധി കോഴ്സുകളുണ്ട്. ഈ പറഞ്ഞ മെഡിസിനിൽ തന്നെ പല കോഴ്സസ് ഉണ്ട്. നമുക്കറിയാം MBBS ഉണ്ട്, BDS ഉണ്ട്, ആയുർവേദമുണ്ട്, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി പോലുള്ള കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസിൽ എല്ലാം ഒരുപോലെ മികച്ചതല്ല, എല്ലാത്തിനും ഒരേപോലെ അല്ല സാധ്യത എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. MBBS-നാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ മെഡിക്കൽ കോഴ്സുകൾക്കും പിന്നെ ചില സർക്കാർ സെൻട്രൽ സ്ഥാപനങ്ങളിലെ നഴ്സിംഗ് സീറ്റുകളിലേക്കും പിന്നെ പൊതുവെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി എന്നൊക്കെ പറയുന്ന കോഴ്സുകളിലേക്കും ഒക്കെ പ്രവേശനം ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ എൻട്രൻസ് എക്സാം വഴിയാണ്, നീറ്റ് വഴിയാണ്. അപ്പൊ നീറ്റ് എന്ന് പറയുന്നത് മെഡിസിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, അതും പ്രത്യേകം ഓർമ്മിക്കണം. അഗ്രികൾച്ചർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളും നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നർത്ഥം. അല്ലെങ്കിൽ ഫിഷറീസിൽ താല്പര്യമുണ്ട്, മത്സ്യബന്ധനം പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോലല്ല കേട്ടോ, മത്സ്യങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സയൻസ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വളർത്തൽ മാത്രമല്ല, അതിനെ എപ്പോ പിടിക്കണം, അവയെ എങ്ങനെ പ്രോസസ് ചെയ്യണം, അതെങ്ങനെ
നമ്മൾ അതിന്റെ എക്സ്പോർട്ടിങ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവിധ മേഖലകളെ കുറിച്ചുള്ള പഠനമാണ് ഫിഷറീസ്. അപ്പൊ അത്തരം മേഖലകളിലേക്ക് കടക്കണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ നീറ്റ് പരീക്ഷ എഴുതണം. പിന്നെ വനങ്ങളെ കുറിച്ചും വനങ്ങളുടെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് ഫോറസ്ട്രി. ഓക്കെ, അത് പഠിക്കണമെങ്കിലും നീറ്റ് പരീക്ഷ എഴുതണം, അതായത് മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതണം. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ പ്രധാനപ്പെട്ട എക്സാം ആണ് IIT-കൾ നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാം. ജോയിന്റ് എൻട്രൻസ് എക്സാം അത് എഞ്ചിനീയറിംഗിന് ചേരാൻ വേണ്ടി മാത്രമല്ല, IIT-കളിൽ തന്നെ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. അതായത് ശാസ്ത്ര വിഷയങ്ങളിലുള്ള കോഴ്സുകൾ. ഇപ്പൊ IIT മദ്രാസിലെ MSc ബയോളജിക്കൽ സയൻസസ് ഒരു ഉദാഹരണം, അല്ലെങ്കിൽ IIT കാൺപൂരിലെ ഖരഗ്പൂരിലെ MS ഇക്കണോമിക്സ് 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന ഇക്കണോമിക്സ് കോഴ്സ്, അത് മറ്റൊരു ഉദാഹരണം. അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, അത് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാത്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഒക്കെയുള്ള ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ IIT-കളിലുണ്ട്. ഈ IIT-കളുടെ കോഴ്സിനും IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതണം. ഇക്കണോമിക്സിലും കോഴ്സ് ഉണ്ട് IIT-കളിൽ, അതിനും IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതണം. +2-ന് സയൻസ് പഠിച്ചവർക്ക് അത് എഴുതാൻ പറ്റും, അത് ഓർമ്മ വേണം. അപ്പൊ IIT-കളിൽ ചേർന്ന് ഇക്കണോമിക്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? +2-ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതുകയും വേണം. അത് മാത്രമല്ല, IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം വഴിയുള്ള പ്രയോജനം, ഇപ്പോ സയൻസ് ഇപ്പൊ നമുക്ക് മികച്ച സ്ഥലങ്ങളിൽ പഠിക്കണം. ഉദാഹരണത്തിന് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അല്ലെങ്കിൽ ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത്തരം സ്ഥാപനങ്ങളിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും IIT-കളുടെ ജോയിന്റ് എൻട്രൻസ് എക്സാം വഴി തന്നെയാണ് പ്രവേശനം. തന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, വേറെ വഴികളുണ്ട്, ബട്ട് ഇതാണ് പ്രധാനപ്പെട്ട വഴി. ഇത് ഓർമ്മിക്കുക. അപ്പൊ ഞാൻ മെഡിസിനെ കുറിച്ചും എഞ്ചിനീയറിംഗിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇപ്പൊ സയൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. IISc ഇന്ത്യയിലെ ശാസ്ത്രം പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനമാണ്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ് IISc. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനം. അപ്പോ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സയൻസ് പഠിക്കാം +2-ന് ശേഷം. ഇപ്പൊ BS എന്നാണ് അവരുടെ കോഴ്സുകൾ പറയുക. BS മാത്തമെറ്റിക്കൽ സയൻസസ്, BS ഫിസിക്കൽ സയൻസസ്, BS കെമിക്കൽ സയൻസസ്, BS ബയോളജിക്കൽ സയൻസസ്, BS എൻവയോൺമെന്റൽ സയൻസസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അപ്പൊ അവിടെ പഠിക്കാൻ ഈ IIT ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി. അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതിയാലും മതി കേട്ടോ. വെറുതെ എഴുതിയാൽ പോരാ, മികച്ച റാങ്ക് വേണം. അതുപോലെ ഐസറിൽ സയൻസ് പഠിക്കാൻ ഞാൻ പറഞ്ഞു, ഈ IIT ജോയിന്റ് എൻട്രൻസ് എക്സാം മതി. അല്ലെങ്കിൽ നീറ്റ് വഴിയും കടക്കാം ഐസറിൽ. നൈസർ എന്ന സ്ഥാപനം വേറെയുണ്ട് ഭുവനേശ്വറിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവിടെയും ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. എന്നുവെച്ചാൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും മാത്സിലും ഒക്കെ. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് 5 കൊല്ലം പഠിച്ചാൽ MSc കിട്ടി പുറത്തു വരാം എന്നർത്ഥം. അപ്പൊ ഏറ്റവും മികച്ച പഠന സാധ്യതകളാണ് ഈ സ്ഥാപനങ്ങളിലുള്ളത്. അവിടെ വേറെ എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ ഇന്റഗ്രേറ്റഡ് MSc ചെയ്യാൻ പറ്റുന്ന വേറെ ചില സ്ഥാപനങ്ങളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. തുച്ഛമായ ഫീസിൽ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഏറ്റവും മികച്ച അധ്യാപകരുള്ള സർവകലാശാലകളിൽ ചേർന്ന് പഠിക്കാം. ഇതിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഐസർ കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ BS MS കെമിസ്ട്രി പൂർത്തിയാക്കിയത്. ഓക്കെ, കെമിസ്ട്രിയിലാണ് അദ്ദേഹത്തിന്റെ PG എന്ന് പറഞ്ഞാൽ ഈ ഇന്റഗ്രേറ്റഡ് PG. ആ പരീക്ഷ പൂർത്തിയാക്കി. അത് ആ 5 വർഷത്തെ കോഴ്സ് പഠിക്കുന്നതിനിടയിൽ ഓരോ വർഷവും ആ വിദ്യാർത്ഥി ഓരോ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. 1-ാം വർഷം ജർമ്മനിയിൽ പോയി, ജർമ്മനിയിൽ ഒരു സർവകലാശാലയിൽ ഒരു 1-2 മാസം ചെലവഴിച്ചു. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. 2-ാമത്തെ വർഷം റഷ്യയിൽ, 3-ാമത്തെ വർഷം UK, 4-ാമത്തെ വർഷം US, 5-ാമത്തെ വർഷം ഫ്രാൻസ് എന്നിങ്ങനെ. ഓക്കെ, ആലോചിച്ച് നോക്കി, ഇത് പഠനത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ഇത്തരം മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിന്റെ ഒപ്പം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണ പ്രോജക്റ്റുകൾ കാണാനും ചിലപ്പോഴൊക്കെ അതിന്റെ ഭാഗമാവാനും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ലക്ഷ്യങ്ങൾ ഉന്നം വെക്കണം കുട്ടികൾ. ചെറിയ ക്ലാസ്സുകളിലെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുകയും വേണം. അപ്പൊ ഇപ്പൊ 11-12 ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ഇതും കൂടി നിങ്ങളുടെ ഓർമ്മയിൽ വെക്കണം. ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ മുഴുവൻ പേരുകളൊന്നും പറയില്ല. വിശ്വഭാരതി എന്ന് പറയുന്നത് ടാഗോർ സ്ഥാപിച്ച കൽക്കത്തയിലെ സർവകലാശാല, അല്ലെങ്കിൽ കൽക്കത്തയിലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾട്ടിവേഷൻ സയൻസസ്, അത് വേറെ സ്ഥാപനമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ അവർ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഇന്റഗ്രേറ്റഡ് MSc കോഴ്സസ്. അങ്ങനെ എത്ര കോഴ്സസ് ആണ് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനുള്ളത്. അവിടെ നിൽക്കട്ടെ, ശാസ്ത്രത്തിനൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനൊക്കെ അപ്പുറത്ത്
വേറെ ചില വിഷയങ്ങൾ, ഇന്ന് ഒരുപാട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ പരിചയപ്പെടുത്താം. ഒന്ന് നിയമ പഠനം. നിയമം എന്ന് പറഞ്ഞാൽ സാധാരണ ലോ കോളേജുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ എന്ന പേരിൽ കുറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ദേശീയ നിയമ സർവകലാശാലകൾ. അതിൽ പ്രധാനപ്പെട്ടത് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഹൈദരാബാദില് നൽസാർ ഉണ്ട്, വെസ്റ്റ് ബംഗാളിൽ വേറൊരെണ്ണമുണ്ട്, കൽക്കത്തയിൽ, പിന്നെ അങ്ങനെ ഭോപ്പാലിലുണ്ട്, പല കേരളത്തിലുണ്ട്. കേരളത്തിൽ നുയാൽസ് എന്ന പേരിലുണ്ട് ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന LLB കോഴ്സ്, 5 കൊല്ലത്തെ LLB കോഴ്സ്, ഇത് ആർക്കും എഴുതാന്നുള്ളതാണ്. +2 ഇപ്പൊ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും എഴുതാം. അപ്പൊ +2 ഇപ്പൊ സയൻസാണ് പഠിക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗിൽ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഒരുങ്ങാൻ തുടങ്ങിയതാണ്, പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാം എനിക്ക് ഇഷ്ടമല്ല. ശാസ്ത്രം തന്നെ എനിക്ക് ഇപ്പൊ 11ാം ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ സയൻസ് വിഷയങ്ങൾ എനിക്ക് ഇണങ്ങുന്നതല്ല, ഇനിയിപ്പോ ഇടയ്ക്ക് വെച്ച് മാറാനും പറ്റില്ല. അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയ കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ സയൻസ് തിരഞ്ഞെടുത്തു, പക്ഷെ സയൻസിനേക്കാൾ കൂടുതൽ താല്പര്യം മറ്റേതെങ്കിലും വിഷയങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ കരുതുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്നാന്തരം ഓപ്ഷനാണ് നിയമ പഠനം. LLB ഒക്കെ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ഏൺ ചെയ്യുന്ന വക്കീലന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറയുന്ന കോഴ്സസിനെക്കാളും മികച്ചതാണ് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ LLB കോഴ്സ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഞാനത് സമയക്കുറവ് പോലുമാണ് വിശദീകരിക്കാറ്. ചില സെമിനാറുകൾ നിയമ പഠനത്തെ കുറിച്ച് മാത്രമായിട്ട് 1 മണിക്കൂർ സെമിനാർ നടത്താറുണ്ട്. അപ്പൊ ഓരോ പരീക്ഷകൾ, ഓരോ യൂണിവേഴ്സിറ്റികൾ, അതിന്റെ പ്രത്യേകത, എങ്ങനെ ഒരുങ്ങണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാനായിട്ട് 1 മണിക്കൂർ തന്നെ സംസാരിക്കാം. 1.5 മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാം. അപ്പൊ അതിന് അത്രയും വിശാലമായ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. ഗംഭീരമായൊരു സാധ്യതയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കും പഠിക്കാം. മറ്റൊരു സാധ്യത IIM-കൾ നടത്തുന്ന MBA കോഴ്സാണ്. IIM-കൾ എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കും ഞാൻ വിചാരിക്കുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പൊതുവെ നമുക്കറിയാം ഈ ബിസിനസ് സ്ഥാപനങ്ങൾ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ ആളുകളാണ്. ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതുതരം ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ. ഇപ്പോ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനി, ഇപ്പൊ VKC എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ ചെരുപ്പ് നിർമ്മാതാക്കർ ആണ് VKC. അപ്പൊ VKC അതിന്റെ ഉടമസ്ഥരിൽ ഒരാൾ നൌഷാദ് എന്റെ ബാച്ച്മേറ്റ് ആണ്, എന്റെ സുഹൃത്തുമാണ്. അപ്പൊ അത് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ചെരുപ്പ് ബ്രാൻഡാണ് VKC എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ആ ചെരുപ്പ് ഉണ്ടാക്കൽ മാത്രമല്ല, ചെരുപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോലുള്ള വിൽക്കണ്ടേ. അപ്പോ ആ സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും അത്തരം കണക്കുകളൊക്കെ പരിശോധിക്കണ്ടേ, അതിന്റെ മാർക്കറ്റ് ചെയ്യണ്ടേ, സെയിൽസ് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പാക്കണ്ടേ. ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന് പ്രൊഫഷണൽസ് വേണം, മാനേജ്മെന്റ് പ്രൊഫഷണൽസ് വേണം. അത്തരം ഒരു സെക്കൻഡ് അത്തരം പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന കോഴ്സുകളാണ് MBA എന്ന് പറയുന്ന കോഴ്സസ്. ആ MBA കോഴ്സ് സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് MBA ചെയ്യുക. അപ്പൊ ഞാൻ ചെരുപ്പ് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ MBA കഴിഞ്ഞ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. ഓക്കെ, MBA കഴിഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക, എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരത്ത്, തലപ്പത്ത് MBA കഴിഞ്ഞ ആളുകളുണ്ട്. MBA ഇൻ എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പിൽ MBA. അപ്പൊ യൂണിവേഴ്സിറ്റികളിലും കാണും, അതിൽ അഡ്മിനിസ്ട്രേഷനിൽ, ഹോസ്പിറ്റൽസിൽ MBA കഴിഞ്ഞ ആളുകളെ കാണാം. നേരത്തെ പറഞ്ഞതുപോലുള്ള മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങളിൽ MBA-ക്കാരെ കാണാം. സെയിൽസിൽ, മാർക്കറ്റിംഗിൽ, ഫിനാൻസിൽ, ബാങ്കുകളിൽ ഒക്കെ കാണാം. അപ്പൊ ഇതൊരു ഗംഭീരമായ ഒരു പഠന മേഖലയാണ്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് IIM-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റ്. ഈ IIM-കൾ നടത്തുന്ന MBA കോഴ്സസ് സാധാരണഗതിയിൽ ഡിഗ്രി കഴിഞ്ഞാണ് പ്രവേശിക്കുക. അതായത് CAT എന്ന് പറയുന്ന ഒരു പ്രവേശന പരീക്ഷയുണ്ട്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പൊ ഈ CAT നമ്മൾ കുട്ടികളെ അതിനുള്ള പരിശീലനമൊക്കെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ തുടങ്ങും. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കുട്ടികൾക്ക് CAT പരീക്ഷയിലൊക്കെ പരിശീലനം നൽകുന്ന ഒരു അധ്യാപകനും കൂടെയാണ്. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ അതിന്റെ പരിശീലന പ്രിപ്പറേഷൻസ് കുട്ടികൾ ആരംഭിക്കും CAT പരീക്ഷയ്ക്ക്. പക്ഷേ അത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ IIM-കളിൽ ചേർന്ന് MBA കോഴ്സ് പഠിക്കാം. 5 വർഷം പഠിക്കണമെന്ന് മാത്രം. അത് അങ്ങനെയുള്ള MBA കോഴ്സസ് ലഭ്യമാക്കുന്ന IIM-കളാണ്
IIM ഇൻഡോർ, IIM റോത്തക്, IIM റാഞ്ചി, പിന്നെ IIM ജമ്മു, IIM ബോധ്ഗയ. അങ്ങനെ 5 സ്ഥലങ്ങളിൽ MBA +2 കഴിഞ്ഞവർക്ക് ചേരാൻ പറ്റുന്ന MBA പ്രോഗ്രാമുകൾ ഉണ്ട്. അതിനൊക്കെ പ്രത്യേകം എൻട്രൻസ് പരീക്ഷകളുണ്ട്. അപ്പൊ ആ എൻട്രൻസിന് ഒരുങ്ങണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിയമ കോഴ്സസ്, LLB കോഴ്സസ്, ആ LLB കോഴ്സസിനും എൻട്രൻസ് ഉണ്ട്. LLB കോഴ്സിനും എൻട്രൻസ് ഉണ്ട്. ഇതുപോലെ ഈ പറഞ്ഞ MBA കോഴ്സിനും എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസിനൊക്കെ സിലബസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയുള്ള മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് GK, ഇതൊക്കെയാണ് പൊതുവായിട്ട് വരിക. പിന്നെ വേറെ ചില ടോപ്പിക്കുകളും കാണും. ഉദാഹരണത്തിന് LLB എൻട്രൻസ് ആണെങ്കിൽ റീസണിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കാണും, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് കാണും. MBA ആണെങ്കിൽ ഈ പറഞ്ഞ എഴുത്ത് പരീക്ഷയ്ക്ക് പുറമെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എസ്സേ റൈറ്റിംഗ് ഉണ്ടാവാം. ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവാം. പൊതുവെ ഇതിനകത്ത് പ്രധാനമായിട്ടും പരിശോധിക്കപ്പെടുന്നത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പൊതുവിജ്ഞാനവുമായിരിക്കും. ഇതൊന്നുമല്ല, ഇനി പറയാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെ കാര്യവും അങ്ങനെ തന്നെ. അപ്പൊ ഇതൊരു ഗംഭീരമായ സാധ്യതയാണ്. ഈ MBA കഴിഞ്ഞാൽ എത്രമാത്രം ശമ്പളം കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. IIM ഇൻഡോറിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിയുടെ ആവറേജ് ശമ്പളം, അത് കേട്ടോളൂ, 1,40,000 രൂപയോളമാണ്. 1,40,000 ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും 1,40,000 കിട്ടണമെന്നില്ല. ചിലർക്ക് 1,20,000 ആവും, ചിലർക്ക് 1,00,000 ആവും. 1,00,000-ന്റെ താഴേക്ക് ഒരാൾക്കും പോവില്ല. ഒരു കൊല്ലത്തെ ശമ്പളം അല്ല കേട്ടോ, ഒരു മാസത്തെ ശമ്പളം. ചില ആൾക്കാർക്ക് ഇതിനേക്കാളൊക്കെ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ശമ്പളവും കിട്ടാം. അപ്പൊ IIM അഹമ്മദാബാദിൽ നിന്ന് MBA കഴിഞ്ഞിറങ്ങിയ ഒരു കുട്ടിക്ക് ഒരു 4-5 വർഷം മുമ്പുള്ള കഥയാണ്. അയാൾക്ക് ഒരു കമ്പനി ഓഫർ ചെയ്ത ശമ്പളം 1.44 crores ആണ്. 1.44 കോടി ആനുവൽ ശമ്പളമാണ് കേട്ടോ, ആനുവൽ സാലറി. ഒരു കൊല്ലം 144 ലക്ഷം എന്ന് വെച്ചാൽ ഒരു മാസം 12 ലക്ഷം. അപ്പൊ നമ്മുടെ IIT-കളിലൊക്കെ ഇതിനേക്കാൾ കൂടിയ ശമ്പളം കിട്ടുന്നവരുണ്ട് കേട്ടോ. IIT ഖരഗ്പൂരിലാണ് കഴിഞ്ഞ 9 വർഷം ഒരു കുട്ടിക്ക് 1.75 crore ആണ് ഓഫർ ചെയ്തത്. ഗൂഗിളാണ് 1.25 കോടി എന്ന് വെച്ചാൽ ഒരു മാസം 15 ലക്ഷം രൂപ ശമ്പളം എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ശമ്പള വാഗ്ദാനം നടക്കുന്ന ക്യാമ്പസുകളാണ് IIT-കളും IIM-കളും. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1 lakhന്റെ മുകളിലുള്ള ശമ്പളം ഉറപ്പായിട്ടും കിട്ടുന്ന ഗംഭീരമായ ക്യാമ്പസുകളാണ് IIM-കൾ. അപ്പൊ അവിടെ ചേർന്ന് പഠിക്കാം, അതിനുള്ള എൻട്രൻസിന് ഒരുങ്ങാം. ഇതാണ് കുട്ടികളുടെ മുമ്പിലുള്ള മറ്റൊരു സാധ്യത. അപ്പൊ ഇതിപ്പോ 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഒരുങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർ ചെയ്യേണ്ടത് മാത്സും ഇംഗ്ലീഷും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. GK-യും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ്, കാരണം മാർക്കില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. അത് വേറെ കാര്യം. ഇപ്പൊ US-ലോ അല്ലെങ്കിൽ UK-യിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഒക്കെ പോയി പഠിക്കണമെന്ന് വിചാരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും 10ാം ക്ലാസ്സിന്റെ മാർക്കും നോക്കും, 12ലെ മാർക്കും നോക്കും. അപ്പൊ ഈ മാർക്ക് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. അത് തിരിച്ചു വരാം. ഇനി വേറൊരു കോഴ്സ് IIT-കൾ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് MA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്റഗ്രേറ്റഡ് MA 5 കൊല്ലം ദൈർഘ്യമുള്ള MA 2 വിഷയങ്ങളിലാണ്. MA ഡെവലപ്മെന്റൽ സ്റ്റഡീസ്, MA ഇംഗ്ലീഷ് സ്റ്റഡീസ്. ഇങ്ങനെ 2 വിഷയങ്ങളിലാണ് ഈ MA കോഴ്സ് ഉള്ളത്. 12 കഴിഞ്ഞവർക്ക് ചേരാം. സാധാരണഗതിയിൽ IIT-കൾ നടത്തുന്ന കോഴ്സസ് എഞ്ചിനീയറിംഗ് ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ അത് ഇപ്പൊ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയിട്ടേ കടക്കാൻ പറ്റൂ. അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് IIT-കൾ നടത്തുന്ന ഈ എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാം. ഈ MA കോഴ്സിന്റെ എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാം. അത്ര ടഫ് ഒന്നുമല്ല. HSEE എന്നാണ് ആ പരീക്ഷയുടെ പേര്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എൻട്രൻസ് എക്സാം. ഇതുപോലെ എത്ര സ്ഥാപനങ്ങൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് അവർ നടത്തുന്ന BA, പിന്നെ അതുപോലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അംബേദ്കർ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, പിന്നെ മദ്രാസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, ഇവരൊക്കെ നടത്തുന്ന ഇക്കണോമിക്സ് ഡിഗ്രി കോഴ്സസ്, BSc ഇക്കണോമിക്സ് ആർക്കും ചേരാം കേട്ടോ. +2-ന് ഏത് സ്ട്രീം എടുത്തവർക്കും ചേരാം, കൊമേഴ്സുകാർക്കും ചേരാം, സയൻസുകാർക്കും ചേരാം. അതിൽ അവസാനം പറഞ്ഞ മദ്രാസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ BSc ഇക്കണോമിക്സ് അല്ല, MSc ഇക്കണോമിക്സ് ആണ്. 5 കൊല്ലം കൊണ്ട് MSc പൂർത്തിയാക്കുന്ന തരത്തിലുള്ള കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഇത്തരം കോഴ്സസ് ഇതൊക്കെ ഗംഭീരമായ സാധ്യതകളാണ്. അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരുകൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റഡി അബ്രോഡിലേക്ക് കടക്കും. അപ്പോൾ ഒരു 5 മിനിറ്റിനകം നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇന്ററാക്ഷനിലേക്ക് വരാം. അപ്പൊ ഇത് മറ്റു ചില സാധ്യതകൾ, വേറെ ചില സാധ്യതകൾ എന്ന് പറയുന്നത്, ഇപ്പോ ചില യൂണിവേഴ്സിറ്റികൾ പറയാം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ഗംഭീരമായ സർവകലാശാലകൾ. ഒന്ന് അശോക, മറ്റൊന്ന് ക്രിയ, വേറൊന്ന് OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി. 3ഉം എക്സ്പെൻസീവ് ആണ്. അതിൽ അശോക, ക്രിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 9 ലക്ഷം രൂപയാണ് ഒരു കൊല്ലത്തെ ഫീസ്. ഒരു കൊല്ലം.
പക്ഷേ സൗജന്യമായിട്ട് അവിടെ പഠിക്കാൻ അവസരം കിട്ടും. എന്റെ ചില സ്റ്റുഡൻസ് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. 9 ലക്ഷം രൂപയുടെ കോഴ്സാണ് ഒരു കൊല്ലത്തേക്ക്. 3 കൊല്ലം എന്ന് പറയുമ്പോൾ 27 ലക്ഷമായി. പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 100% വരെ സ്കോളർഷിപ്പ് കിട്ടാം. അപ്പൊ അത് ഗംഭീരമായ യൂണിവേഴ്സിറ്റികളാണ് അശോക, ക്രിയ, പിന്നെ OP ജിൻഡാൽ. ഇത് നിരവധി കോഴ്സസ്, എഞ്ചിനീയറിംഗോ മെഡിസിനോ ഒന്നും അല്ല കേട്ടോ. BA, BSc പോലുള്ള കോഴ്സസ് ആണ് ഈ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ഒരു ലോകോത്തര നിലവാരം പുലർത്തുന്നത് എന്ന് തന്നെ പറയാം, ലോകോത്തര നിലവാരം. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സ്റ്റുഡന്റ്, അയാള് US പഠിക്കാൻ ആഗ്രഹിച്ചു വന്നതാണ്. ഒരു സാറ്റ് എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ US ഡിഗ്രി ചെയ്യണമെങ്കിൽ SAT എന്ന് പറയുന്ന, അതായത് സാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതണം. അപ്പൊ അതിനുള്ള പരിശീലനത്തിന് എൻ്റെ ഒരു ഹെൽപ്പിന് വേണ്ടി വന്നതാണ്. അപ്പൊ അങ്ങനെ സാറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിനിടയിൽ ഞാൻ ഈ അശോക യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടി സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ അയാള് ഈ US യൂണിവേഴ്സിറ്റികൾക്കും അപേക്ഷിച്ചു, അശോകയിലേക്കും അപേക്ഷിച്ചു. 2 സ്ഥലങ്ങളിൽ നിന്നും സെലക്ഷൻ കിട്ടി. നിങ്ങൾ അത്ഭുതപ്പെടും, ഹി പിക്ഡ് അശോക. അയാൾ അശോക യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. കാരണം അയാൾക്ക് അഡ്മിഷൻ കിട്ടിയ US യൂണിവേഴ്സിറ്റിയെക്കാളും മികച്ചതാണ് ഇന്ത്യയിലെ അശോക യൂണിവേഴ്സിറ്റി എന്ന് അയാൾക്ക് ബോധ്യം വന്നു. അപ്പൊ അയാൾ അശോക പിക്ക് ചെയ്തു. അപ്പൊ അതൊരു വലിയ സാധ്യതയാണ്. വിദേശ സർവകലാശാലകളിലെ പഠനത്തിനോട് കിടപിടിക്കുന്ന ഒരു അധ്യയനം, വിദ്യാഭ്യാസം നമുക്ക് ഇന്ത്യയിലും ലഭ്യമാക്കുന്ന ചില യൂണിവേഴ്സിറ്റികളാണ് ഈ പറഞ്ഞത്. അതുപോലെ അത്ര ഫീസൊന്നുമില്ലാതെ പക്ഷെ ഒന്നാന്തരം പഠനം സാധ്യമായ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് അസിം പ്രേംജി യൂണിവേഴ്സിറ്റി. എൻട്രൻസിനൊന്നും ഒരുങ്ങുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കാൻ കേട്ടോ. കൂടുതൽ അറിയേണ്ട ആളുകൾക്ക് എന്നെ ബന്ധപ്പെടുകയും ചെയ്യാം. ഞാൻ ഇവിടെ ചാറ്റിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും മറ്റുമൊക്കെ ഇവിടെ ഇടാം. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ വിളിക്കുകയല്ല, വിളിച്ചാൽ അതെനിക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് മെസ്സേജസ് വാട്സാപ്പ് ചെയ്ത് അയക്കാം. അപ്പോ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിനോ മെഡിക്കൽ എൻട്രൻസിനോ ഒന്നും ഒരുങ്ങാത്ത ആളുകൾക്കും ട്രൈ ചെയ്യാം, അഡ്മിഷൻ കിട്ടും. അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ വളരെ സവിശേഷമായ പ്രോഗ്രാംസ്, BA എക്കണോമിക്സ്, BA ഹ്യൂമാനിറ്റീസ്, BSc ഫിസിക്സ്, BSc ബയോളജി, BSc മാത്തമെറ്റിക്സ്, ഇത്രയും കോഴ്സുകളേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇപ്പൊ BSc 3 വർഷത്തെ BSc കോഴ്സിന് വേണമെങ്കിൽ 1 കൊല്ലം കൂടെ പഠിച്ച് BSc B.Ed ആക്കാം. BScയും B.Edഉം കൂടെ ഒരുമിച്ച് ചെയ്യാം. 4 കൊല്ലം കൊണ്ട് BScയും B.Edഉം പൂർത്തിയാക്കി അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാം. ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അസിം പ്രേംജി. ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കണം, ഭാഷകൾ പഠിക്കണമെങ്കിൽ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഗംഭീരമായ ഭാഷാ പഠനം നടത്താൻ പറ്റുന്ന ഒന്നാന്തര സ്ഥലം. വ്യത്യസ്തങ്ങളായ നിരവധി വിഷയങ്ങളിൽ, അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ല കേട്ടോ, ജർമ്മൻ, പാലി, റഷ്യൻ, ചൈനീസ് പോലുള്ള വിവിധ പ്രാകൃതം. ചിലത് മണ്ണടഞ്ഞു പോയ ചില ഇന്ത്യൻ ഭാഷകളാണ്, ചില വിദേശ ഭാഷകളാണ്. ഇതൊക്കെ പഠിക്കാൻ BA തലത്തിൽ പഠിക്കാൻ പറ്റുന്ന അവസരം JNU-വിലുണ്ട്. തുച്ഛമായ ഫീസേ ഉള്ളൂ. അതുപോലെ ഭാഷാ പഠനത്തിന് ഗംഭീരമായ മറ്റൊരു സ്ഥലമാണ് IFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. അവിടെ BA ഇംഗ്ലീഷ് ചേരാം, BA ഹിന്ദി പഠിക്കാം, BA ജർമ്മൻ, BA സ്പാനിഷ്, BA ഇറ്റാലിയൻ, BA അറബിക്, അങ്ങനെ എത്രയോ വ്യത്യസ്തമായ BA ജേർണലിസം, വ്യത്യസ്തങ്ങളായ കോഴ്സസ് അവിടെ ലഭ്യമാണ്. പിന്നെ ഡിസൈൻ പഠനത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് NID എന്ന് പറയുന്ന ഒരു സവിശേഷമായ സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അവർ നടത്തുന്ന നിരവധി കോഴ്സസ്, IIT ബോംബെ, IIT ഗുവാഹത്തി, IIT ഹൈദരാബാദ്, ഇവരൊക്കെ നടത്തുന്ന ഡിസൈൻ കോഴ്സുകളുണ്ട്. ഇതിൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫാഷൻ ഡിസൈൻ മാത്രമല്ല കേട്ടോ. ഫാഷൻ ഡിസൈൻ ആവാം, ഓട്ടോമൊബൈൽ ഡിസൈൻ ആവാം, ഇന്ററാക്ഷൻ ഡിസൈൻ ആവാം, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആവാം, ഫിലിം ആൻഡ് ആനിമേഷൻ ഡിസൈൻ ആവാം, വീഡിയോ ഡിസൈൻ ആവാം, ഇന്റീരിയർ ഡിസൈൻ ആവാം, ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ആവാം, പ്രോഡക്റ്റ് ഡിസൈൻ ആവാം, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആവാം, ഫുട്വെയർ ഡിസൈൻ ആവാം, ഗെയിം ഡിസൈൻ ആവാം. എത്ര മേഖലകളാണ്, ഇതെല്ലാം വ്യത്യസ്തവുമാണ്. അപ്പോ ഇതിൽ ഏതെങ്കിലും മേഖലകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഡിസൈൻ ആയിട്ട് ബന്ധപ്പെട്ട മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NID, IIT ഇതൊക്കെ നോക്കണം. അതുപോലെ സൃഷ്ടി, ബാംഗ്ലൂരിലുള്ള ഒരു മികച്ച ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സൃഷ്ടി. കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലുണ്ട് ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ അങ്ങനെ എത്ര കോഴ്സസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോഴ്സസ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കണം. ഏതാണ് ജോലി കിട്ടാൻ സഹായിക്കുന്ന കോഴ്സ് എന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ജോലി കിട്ടാൻ സഹായിക്കുന്ന കോഴ്സ്, അങ്ങനെ ഒരു കോഴ്സിൽ എല്ലാ കോഴ്സിലും ജോലി സാധ്യതയുണ്ട്. പക്ഷെ മികച്ച സ്ഥലങ്ങളിൽ പഠിച്ചാൽ, മികച്ച സ്ഥലങ്ങളിൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി തയ്യാറെടുക്കണം, ഒരുങ്ങണം.
അപ്പോൾ ധാരാളം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി വിദേശ പഠനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 ക്ലാസ് കഴിഞ്ഞാൽ വിദേശത്ത് പോയി പഠിക്കാം. സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഫീസേ ഇല്ല. അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് കൊടുക്കണ്ട. പക്ഷേ ജർമ്മൻ ഭാഷ അറിഞ്ഞാലേ പഠിക്കാൻ പറ്റൂ. കാരണം ഡിഗ്രി കോഴ്സ് എല്ലാം ജർമ്മൻ ഭാഷയിലാണ്. ഇപ്പൊ 9 പഠിക്കുന്ന കുട്ടികൾ വേണമെങ്കിൽ ഇപ്പോഴേ ലക്ഷ്യം വെക്കാം. ജർമ്മൻ പതുക്കെ എങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ യൂട്യൂബ് ഒക്കെ വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങാം. ജർമ്മൻ ഭാഷ പരിശീലിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും കേരളത്തിലുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചേർന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാം. ആരുടെ ഫോൺ? യെസ്. അപ്പോ ജർമ്മൻ ഭാഷ പഠിക്കാം. അപ്പൊ അത് അങ്ങനെ പഠിച്ചവരെ സംബന്ധിച്ച് വേണമെങ്കിൽ ജർമ്മനി എല്ലാവരും ഫോൺ ചിലരുടെ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പോ അങ്ങനെ ഭാഷ അറിയുമെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് ഡിഗ്രി പഠിക്കാം. ഇനി അത് ചിലപ്പോൾ സാധ്യമല്ല, ചിലർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ജപ്പാനിലും അങ്ങനെയാ. ജപ്പാനിൽ ഒന്നാന്തരം വിദ്യാഭ്യാസ സാധ്യതകളുള്ള രാജ്യമാണ് ജപ്പാൻ. ഇവിടെ ജപ്പാനീസ് ഭാഷ അറിയണം. ഇവിടെ അത് പഠിക്കാൻ സൗകര്യം കേരളത്തിലുണ്ട്. അപ്പൊ ഇപ്പോഴേ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ജപ്പാനീസ് ഭാഷ പഠിക്കാൻ തുടങ്ങിയാൽ 12ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധം ജപ്പാൻ ഭാഷയിൽ ഒരുവിധം പ്രൊഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ അവിടെ തന്നെ ചില പ്രത്യേക സ്കീമുകളുണ്ട്. ജപ്പാനിൽ പോയി അവിടെ ജപ്പാനീസ് ഭാഷ പഠിക്കുകയും പിന്നെ പഠനം തുടരുകയും ചെയ്യാവുന്ന തരത്തിലുള്ള കോഴ്സസും ജപ്പാനിലുണ്ട്. അപ്പോ ഇങ്ങനെ ചൈനയിലായാലും ഇത് തന്നെ ചൈനീസ് ഭാഷ അറിയേണ്ടി വരും. ബേസിക് ചൈനീസ് അറിയേണ്ടി വരും ചൈനയിൽ. അപ്പോ അത് എല്ലാ കോഴ്സുകൾക്കും വേണ്ട, ചില കോഴ്സുകൾക്ക്. പക്ഷേ ഇംഗ്ലീഷ് മാത്രം വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഇത്ര രാജ്യങ്ങളുണ്ട്. US, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, കാനഡ, അങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ മികച്ച സാധ്യതകളുണ്ട്. എന്തുകൊണ്ട് വിദേശ പഠനം പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം വിദേശ രാജ്യങ്ങളിലാണ് മിക്കവാറും ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഉള്ളത്. അത് തന്നെയാണ് അതിന്റെ കാരണം. ഇപ്പോ ലോകത്തെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല. ഞാൻ നേരത്തെ IISc, IIT എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരൊന്നും ലോക നിലവാരത്തിൽ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 100 യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ പെടുന്നില്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട്. ഞാൻ ഇത് ഒരു എക്സാമ്പിൾ പറയാം. IIT, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ IIT മദ്രാസ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച IIT-കളിൽ ഒന്നാണ് IIT മദ്രാസ്. IIT മദ്രാസിന്റെ ബജറ്റ്, ഒരു വർഷത്തെ ബജറ്റും MIT, അതായത് അമേരിക്കയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് MIT-യുടെ ബജറ്റും ഒന്ന് താരതമ്യം ചെയ്തു. ഒരു വർഷം വരെ എത്രമാത്രം പണം ചെലവഴിക്കുന്നു. യെസ്. IIT മദ്രാസ് 300 കോടിയുടെ ഒരു ആനുവൽ ബജറ്റ് 300 കോടി ആയിരുന്നപ്പോൾ MIT-യുടെ ബജറ്റ് 40,000 crores ആയിരുന്നു. 40,000 കോടി. 40,000 കോടി എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ 100 ഇരട്ടിയിലധികം. അപ്പൊ അത്രയും ഭീമമായ തുക അവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതുകൊണ്ട് വളരെ ഹ്യൂജായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ MIT അല്ലെങ്കിൽ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഹവാർഡ് പോലുള്ള സർവകലാശാലകളിൽ നിന്നും എത്ര നൊബേൽ പ്രൈസ് ജേതാക്കളാണ്. 100, 120, 130 ഒക്കെ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള സർവകലാശാലകളാണ് ഈ പറഞ്ഞതല്ല. ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നൊബേൽ പ്രൈസ് വിന്നർ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് സയൻസിൽ ഇല്ല. ഇൻഡിപെൻഡൻസിന് ശേഷം ഇല്ല. ഇൻഡിപെൻഡൻസിന് മുൻപാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി പറയാം, CV രാമൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇല്ല. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരു ആഗോള നിലവാരത്തിൽ, ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മൾ അല്പം പുറകിലാണ്. അതുകൊണ്ട് വിദേശ വിദ്യാഭ്യാസത്തിന് മേന്മകളുണ്ട്. അവിടെ മികച്ച സൗകര്യങ്ങളുണ്ട്, പഠന സൗകര്യങ്ങളുണ്ട്. അവിടെ പഠിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ മികച്ച മാതൃകകൾ സൃഷ്ടിക്കാം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിനൊക്കെ അവസരങ്ങളുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. പക്ഷെ അതിനൊക്കെ തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങണം. ഡിഗ്രി ചെയ്യാനാണെങ്കിൽ സാറ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങണം. 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ ഒക്കെ അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങണം. 12ലെ കുട്ടികൾ ഇനി വൈകിയോ എന്ന് ചോദിച്ചാൽ അല്പം വൈകിപ്പോയി. പക്ഷെ എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയുക. അവസരം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രി ക്ലാസ്സുകളിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം. ഇനി പരീക്ഷയുടെ മാർക്ക് പ്രധാനപ്പെട്ടതാണ്. 10th-ലെയും +2-ലെയും മാർക്ക് പ്രധാനപ്പെട്ടതാണ് വിദേശ പഠനത്തിന്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിഗ്രിക്കാണെങ്കിൽ സാറ്റ് പോലുള്ള പരീക്ഷകൾ, PGക്കാണെങ്കിൽ, അതായത് ഡിഗ്രി ഇന്ത്യയിൽ ചെയ്തിട്ട് PG വിദേശ രാജ്യങ്ങളിൽ ചെയ്യാനാണെങ്കിൽ GRE പോലുള്ള പരീക്ഷകൾ, ഈ പരീക്ഷകൾക്ക് ഒരുങ്ങണം. ഇത് മാത്രം പോരാ കേട്ടോ. ഇതിനൊക്കെ അപ്പുറത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൽ യഥാർത്ഥത്തിലുള്ള താല്പര്യമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പോ അതിനിണങ്ങുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഫിസിക്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫിസിക്സ് നാഷണൽ സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്തു, സ്കൂളിൽ തന്നെ സയൻസ് എക്സിബിഷനിൽ പങ്കെടുത്തു, ഒരു സയൻസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം കിട്ടി, അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി, ശാസ്ത്ര പ്രോജക്റ്റ് തയ്യാറാക്കി. ഇങ്ങനെ ശാസ്ത്രത്തിലുള്ള നമ്മുടെ താല്പര്യം, അല്ലെങ്കിൽ ഇപ്പോ ഓൺലൈനിൽ എത്രയോ കോഴ്സസ് ഉണ്ട് ഇല്ലേ, അത്തരത്തിലുള്ള ചില കോഴ്സസ് ചെയ്തു. ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ നമ്മുടെ ബയോഡാറ്റയിൽ വെക്കാം. ഇതൊക്കെ കാണുമ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഒരു വിദേശ സർവകലാശാലകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പരീക്ഷയിലെ മാർക്ക് 1. 2, അതിനപ്പുറത്ത് അവര് നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സാറ്റ് പോലുള്ള അല്ലെങ്കിൽ GRE പോലുള്ള പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷയിലെ പെർഫോമൻസ് പ്രധാനപ്പെട്ടതാണ്. 3-മത്തത്, ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഈ വിഷയത്തിലുള്ള താല്പര്യം തെളിയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവണം. ഇതും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ വിദേശ രാജ്യങ്ങളിൽ ചെല്ലാൻ പറ്റൂ, എന്നർത്ഥം പഠിക്കാൻ പറ്റും. അതിപ്പോ അമേരിക്ക മാത്രമല്ല, അമേരിക്കയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ UK-യിലോ ന്യൂസിലൻഡിലോ ബെൽജിയത്തോ സ്പെയിനിലോ ഇറ്റലിയിലോ ചൈനയിലോ തായ്വാനിലോ ഹോങ്കോങ്ങിലോ ജപ്പാനിലോ കൊറിയയിലോ ഒക്കെ പഠിക്കാം. ഇപ്പൊ ചിലർ വിചാരിക്കും തായ്വാനിലെ ഒരു യൂണിവേഴ്സിറ്റി, തായ്വാൻ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ആ യൂണിവേഴ്സിറ്റി ലോക റാങ്കിങ്ങിൽ 65 മറ്റൊക്കെയാണ്. 100 ആദ്യത്തെ മികച്ച 100 യൂണിവേഴ്സിറ്റികളിലൊന്നാണ് ഈ തൈവാനിലെ യൂണിവേഴ്സിറ്റി, ടോപ്പ് 100-ൽ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഒരൊറ്റ യൂണിവേഴ്സിറ്റി പോലും ടോപ്പ് 100-ൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ ഹോങ്കോങ്ങിൽ 5-6 യൂണിവേഴ്സിറ്റികൾ ലോകത്തെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ, ടേബിളിൽ ഇടം പിടിച്ചതാണ്. ഹോങ്കോങ്ങിൽ. ചൈനയിലുണ്ട് 5 എണ്ണം, ജപ്പാനിലുണ്ട്, കൊറിയയിലുണ്ട്. അപ്പൊ ഇതൊന്നും മോശമല്ല എന്നർത്ഥം. അപ്പൊ അത്തരം യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കിട്ടൽ ചിലപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ പ്രവേശനം കിട്ടുന്നതിനേക്കാളും എളുപ്പമാവും. അപ്പൊ അത്തരം സാധ്യതകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഏത് വിഷയങ്ങളിലായാലും, എഞ്ചിനീയറിംഗ് ആയാലും സയൻസ് ആയാലും മെഡിസിൻ ആയാലും. പിന്നെ മെഡിസിൻ ബുദ്ധിമുട്ടാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. നിയമ പഠനമായാലും ഫാർമസി ആയാലും അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠനമായാലും ഒക്കെ, ഇക്കണോമിക്സ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോ മാത്സ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഇഷ്ടപ്പെട്ട വിഷയം മാത്തമാറ്റിക്സ് ആണ്. എന്റെ ആദ്യത്തെ പുസ്തകം തന്നെ സ്പീഡ് മാത്സ് എന്ന പേരുള്ള ഒരു പുസ്തകം, മനോരമ പബ്ലിഷ് ചെയ്ത പുസ്തകം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വിട്ടുപോയനെ. കണക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച 2 സ്ഥാപനങ്ങൾ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BSc മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സ്, BSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെ 2 കോഴ്സുകളുണ്ട്. എൻട്രൻസ് പരീക്ഷ വഴിയാണ് പ്രവേശനം. അവര് വേറെ പരീക്ഷ നടത്തും. ഇതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 കോഴ്സുകളുണ്ട്. BMath എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഇൻ മാത്തമാറ്റിക്സ്, മറ്റൊന്ന് BStat, അതായത് ബാച്ചിലേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 2 കോഴ്സുകളും ഗംഭീരമായ 2 കോഴ്സുകളാണ്. ഈ കോഴ്സുകളും പരിഗണിക്കാവുന്നതാണ് കേട്ടോ. ഞാനത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന നിരവധി കോഴ്സസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ തയ്യാറെടുക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതിലെല്ലാം നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് ശ്രമിക്കാൻ പറ്റില്ല. ഇതിൽ ഏതിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ആലോചിച്ച് തീരുമാനിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ നടത്തണം, പലതിനും ഇപ്പോൾ എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ മറ്റുള്ളത് LLB, മാനേജ്മെന്റ് പഠനം, അല്ലെങ്കിൽ വിദേശ പഠനം, അല്ലെങ്കിൽ IIT-കൾ നടത്തുന്ന MA, ഇത്തരം കോഴ്സസിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് വലിയ ധാരണയില്ല, ഉണ്ടാവില്ല. അപ്പോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായം, വിവരങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. മുമ്പ് പറഞ്ഞതുപോലെ സ്വപ്നം കാണുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കുട്ടികൾ വിചാരിക്കും സാറ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് സാധ്യമാണോ? നെപ്പോളിയൻ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടാവും, വിഡ്ഢികളുടെ നിഘണ്ടുവിലെ അസാധ്യം എന്ന വാക്ക് ഉള്ളൂ. വിഡ്ഢികളുടെ നിഘണ്ടുവിലെ അസാധ്യം എന്ന വാക്കുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ സാധ്യമാണ്. ഈ പറഞ്ഞതിൽ മിക്കവാറുമെല്ലാം, വളരെ അപൂർവമായിട്ടുള്ള ചില പരീക്ഷകൾ വളരെ ടഫ് ആവും, അതെല്ലാവർക്കും പറ്റണം നിർബന്ധമില്ല. പക്ഷെ ബാക്കി പറഞ്ഞത് എന്തും, ഇപ്പൊ US-ൽ പോയി പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കുട്ടിക്കും സാധ്യമാണ്. IIT-യിൽ ചേർന്ന് പഠിക്കാനും ഒരു സാധാരണ കുട്ടിക്ക് കഴിയും. അത്രമാത്രം ഡെഡിക്കേഷൻ വേണം, അതാണ് കാര്യം. അത്ര ഡെഡിക്കേഷൻ ഒന്നുമില്ല, അത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ലാത്തൊരു കുട്ടിക്ക് വേണമെങ്കിൽ US-ൽ പഠിക്കാം.
ഓക്കെ. പക്ഷെ അത് കൃത്യമായി പ്ലാൻ ചെയ്യണം എന്ന് മാത്രം. അപ്പോ പിന്നെ ചിലപ്പോ ഈ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലക്ഷ്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തോറ്റുപോകും. പക്ഷെ ഓർമ്മിക്കുക, തോറ്റവരാണ് ഈ ലോകത്തിന്റെ വിധി നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊരു സംശയവുമില്ല. ഇങ്ങനെ ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യന്റെ തോൽവിയുടെ പേരാണ് അമേരിക്ക. അല്ല, ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയതാ ക്രിസ്റ്റഫർ കൊളംബസ്. പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല, തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹം മറ്റൊന്ന് കണ്ടെത്തി. അതെന്താ? അമേരിക്ക. അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചെറുതാക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്. പിന്നെ പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, പത്രങ്ങൾ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, TV കാണണം, സീരിയൽ അല്ല കേട്ടോ, വാർത്തകൾ. പിന്നെ നമ്മുടെ ഭാഷാപരമായ മികവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. മെച്ചപ്പെട്ട രീതിയിൽ എഴുതാൻ കഴിയണം, മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ കഴിയണം, ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കണം. പിന്നെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്താണ് ഞാൻ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, ഞാൻ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, അതിന്റെ വഴിയിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് നടത്തുന്നുണ്ടോ എന്നതൊക്കെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയും വേണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിജയം നേടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓർമ്മിക്കുക, നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് നമ്മൾ ശരിക്കും ചെയ്തിരുന്നെങ്കിൽ നാം നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുമായിരുന്നു എന്ന് എമേഴ്സൺ എന്ന് പറയുന്ന ഒരു മഹാനായ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കത് സാധ്യമാണെന്നർത്ഥം. നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്നത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നാം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിയേനെ എന്നാണ് എമേഴ്സന്റെ വാചകം. അപ്പൊ അതുകൊണ്ട് ഇത് സാധ്യമാണ് എന്ന് നമ്മളോട് തന്നെ പറയുക. നമുക്ക് കഴിയും. ഈ ഹിലാരി പറയുന്നുണ്ട്, എഡ്മണ്ട് ഹിലാരി, നിങ്ങൾക്കറിയാം, എവറസ്റ്റ് കീഴടക്കി ഹിലാരി പറയുന്നുണ്ട്, ഈ എവറസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്, അതിന് ഇനി വളരാനാവില്ല, പക്ഷെ എനിക്ക് വളരാനാവും. ഇത് പ്രത്യേകം ഓർമ്മിക്കുക. ഞാൻ ഹിലാരി പറഞ്ഞ വാചകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എഡ്മണ്ട് ഹിലാരി പറഞ്ഞു, എവറസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇനി അതിന് വളരാനാവില്ല, പക്ഷെ എനിക്ക് ഇനിയും വളരാനാവും. അപ്പൊ കുട്ടികൾ ഓർമ്മിക്കേണ്ട കാര്യം, നമുക്ക് ഇനിയും വളരാനാവും എന്നുള്ളതാണ്. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.